തെരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് ആത്മഹത്യയുടെ കാണാപ്പുറങ്ങൾ, കാരണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നതാണ്. ഇവിടെയും പ്രശ്നം ദുരഭിമാനമാണ്, ആത്മാഭിമാനമല്ല. നമ്മളെ അത് വല്ലാതെ ഇങ്ങനെ ഹാങ് ചെയ്യുകയാണ്. അത് എങ്ങനെ മറികടക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പോയിന്റ്. നീ ഇത് ചെയ്യ്, അത് ചെയ്യ്, മറ്റേത് ചെയ്യ്, മറിച്ചത് ചെയ്യുന്ന പറഞ്ഞാൽ പോസ് ചെയ്ത് ഒരു പ്രഷർ കുക്കറിലായ ഒരു അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നോക്കിക്കാണാൻ പഠിക്കണമെങ്കിൽ നമുക്ക് മാനസിക ആരോഗ്യം എന്നുള്ള കാര്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഒന്നുകൂടെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും. നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആരോടാണ് നമുക്ക് പറയാൻ പറ്റും? അത് കേൾക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് കൗൺസിലിംഗ് ക്ലിനിക് നമ്മളിത് ആരംഭിച്ചിട്ട് ഏകദേശം 3 മാസത്തോളമായി. പയ്യന്നൂരിൽ കോട്ടയം മിക്കലാണ് ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. സഹപാഠികളായ ഞങ്ങൾ 3 പേർ ചേർന്ന് ആരംഭിച്ച ഈ ക്ലിനിക്ക് ഒരു മാനസികാരോഗ്യ കേന്ദ്രമാണ് ക്ലാസ് കൗൺസിലിംഗ് ക്ലിനിക്ക്. കേവലം കൗൺസിലിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹവുമായി നിരന്തരം ഇടപെടുക എന്നത് കൂടി നിങ്ങളുടെ ലക്ഷ്യമാണ്. അതിന്റെ മുന്നോടി എന്നോണമാണ് തന്യാവർത്തനം എന്ന പേരിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നത്. ക്രാഫ്റ്റ് കൗൺസിലിംഗ് ക്ലിനിക്കിന്റെ സേവനം നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ആവശ്യപ്പെടാവുന്നതാണ്. ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രോത്സാഹനമാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. ക്ലാസിന്റെ ആദ്യത്തെ പരിപാടിയിൽ നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് ആത്മഹത്യയുടെ കാണാപ്പുറങ്ങൾ, കാരണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നതാണ്. ഈ ഓപ്പൺ ഫോറത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ജയശ്രീ AK, പ്രശസ്ത എഴുത്തുകാരിയും മെഡിക്കൽ പ്രാക്ടീഷണറുമാണ്. 1985 മുതൽ സർക്കാർ ഇതര സംഘടനകളിലൂടെ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ലൈംഗിക തൊഴിലാളികൾ എന്നിവരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചു വരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ജയശ്രീ AK. കേരളത്തിലെ സാമൂഹികാധിഷ്ഠിത മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ എൻഹാറ്റുമായി ബന്ധപ്പെട്ട മാനസികാരോഗ്യ പ്രവർത്തക, കൂടാതെ സൈക്കാട്രിക് സോഷ്യൽ മേഖലയിൽ നിസ്വാർത്ഥ സേവനം നൽകി വരുന്ന വ്യക്തിത്വം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച മാനസികാരോഗ്യ വിദഗ്ധ കൂടിയാണ് ഡോക്ടർ ജാസ്മിൻ. സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ജാസ്മിൻ മേരി ജോൺ. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മളിൽ ഒരാളായി നിൽക്കുന്ന, നമുക്ക് പരിചിതനായ, കേരളത്തിൽ പൊതുവേദിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സുപരിചിതനായ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ നമുക്ക് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സമ്പാദകൻ. സ്വാഗതം ചെയ്യാം അഡ്വക്കേറ്റ് ഡോക്ടർ VPP മുസ്തഫ. ഈ പരിപാടിയുടെ മോഡറേറ്ററും നിംഹാൻസിൽ ഡോക്ടർ സ്കോളറായി ഗവേഷണം നടത്തുന്ന അദ്ദേഹം സ്ത്രീകളുടെയും ഗോത്ര സമൂഹങ്ങളുടെയും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഗവേഷണവും പ്രായോഗിക പരിചയവും സമന്വയിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ വേദിക്ക് വലിയ മൂല്യം നൽകുന്നു. ഞാൻ പറയും, നമുക്ക് സ്വാഗതം ചെയ്യാം മനു കൃഷ്ണൻ. നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റാത്ത, നമ്മള് പ്രതീക്ഷിച്ച ഒരാളുണ്ടായിരുന്നു, ഷുക്കൂർ വക്കീല്, നമ്മളെ സ്വന്തം ഷുക്കൂർ വക്കീല്. സാറിന് ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാറിന് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദി ഓപ്പൺ ഫോറത്തിനായി വിട്ടു നൽകുന്നു. ഈ പേര് തനിയാവർത്തനം
ഇതിലൊരു മൂവി ഉണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തനിയാവർത്തനം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് തന്നെ ചൂസ് ചെയ്തത്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടോ അതിന്? തനിയാവർത്തനം എന്ന പേര് നമ്മൾ സജസ്റ്റ് ചെയ്തത് ഈ ഒരു മൂവി തന്നെയായിരുന്നു അതിന്റെ ഒരു പ്രചോദനം. പിന്നെ തനിയെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആത്മഹത്യ എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തിൽ നമ്മുടെ പയ്യന്നൂരടക്കം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് ഏറ്റവും അനുയോജ്യമായെന്ന് തോന്നിക്കൊണ്ട് തന്നെയാണ് ഇത് തെരഞ്ഞെടുത്തത്. 94 കേരളത്തില് ഈ നമ്മളിപ്പോ ഈ തനിയാവർത്തനം എന്ന് പറയുന്നത് പോലെയുള്ള ആത്മഹത്യകൾ കൂടുതലായി കണ്ടിട്ട് അതിൽ പ്രവർത്തിച്ചത് ഞാൻ. അപ്പോൾ 30 കൊല്ലമായി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെന്നുള്ളത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഈ ആത്മഹത്യ ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ അധികം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ പോലെ ഒരു തിരിച്ചറിവ് ആ സമയത്തില്ല. ഒരു തുടക്കമാണ്. നമ്മൾ ഞാൻ മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിലാണ് ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പഠനം നടത്തുന്നത്. അവിടെ ഉള്ള സൈക്യാട്രിസ്റ്റിൻ്റെ കൂടെയാണ് ആ പഠനം നടത്തിയത്. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇങ്ങനൊരു പ്രശ്നം. ഇതിൽ ഇടപെടുന്നത് തന്നെ ഒരേ ഒരു സ്ഥാപനം രാജഗിരി കോളേജ് എറണാകുളത്ത് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തുടങ്ങുമായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലായത് അന്നത്തെ അതായത് ഏകദേശം ഒരു 1,00,000 പേരിൽ 30 പേരാണ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു എന്നുള്ളതല്ലാതെ വലിയ മാറ്റം കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു മാറ്റം, ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് സെൻ്ററുകൾ നമ്മുടെ ഗവൺമെൻറ്റിൽ തന്നെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇതെന്തുകൊണ്ടാണ് കുറയാതെ പഴയതുപോലെ നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ പണ്ട് കണ്ടതിൻ്റെ അതേപോലത്തെ കാരണങ്ങളല്ല ഇപ്പം. അന്ന് ഞാൻ ഏകദേശം ഒരു 150 പേരോളം ഞങ്ങളവിടെ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മരിക്കാതെ കിടക്കുന്ന ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 150 പേരോളം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോഴുണ്ടായിരുന്ന കാരണങ്ങളിൽ നിന്ന് കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഫാമിലി സൂയിസൈഡുകൾ അന്നും ഉണ്ട്. പക്ഷെ അന്ന് കൂടുതലും സ്ത്രീകളാണ് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുരുഷന്മാരും കൂടുതലായിട്ട് ഈ ഫാമിലി കുട്ടികളെയും കൂടി ചെയ്തുകൊണ്ടുള്ള സൂയിസൈഡുകൾ കൂടുന്നുണ്ട് എന്നുള്ളതാണെന്ന്. പിന്നെ ഈ കാരണങ്ങൾ ഇപ്പോൾ ചോദിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹം ഈ 30 കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് മാറി വരുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഇപ്പോഴും ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നത്. പുതിയ ഒരു മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുകൂടി ആയിരിക്കണം. ഇപ്പം മനു ചോദിച്ച ഈ നമ്മൾ പുറമേ കാണുന്ന എന്താണ്? പുറമേ കാണുമ്പോൾ പലപ്പോഴും ഒരു സാമൂഹ്യമായ കാരണമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിസ്സാര കാരണം പുറമേ നിൽക്കുന്നവർക്ക് തോന്നാം, ഒരു മകൻ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യ ഒരു സാരി മേടിച്ചു തന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുന്നു, ഭർത്താവ് ഭാര്യ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? വളരെ ഉപരിപ്ലവമായിട്ടൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ പറയാവുന്ന പോലെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. അവിടെയാണ് ഇതിൻ്റെ മറ്റ് വശങ്ങൾ കൂടി വരുന്നത്. ഇപ്പം തീർച്ചയായിട്ടും സാമൂഹ്യമായ ഘടകങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. അത് നമ്മൾ ഈ ചർച്ചയിൽ വരേണ്ട ഒരു കാര്യമാണ്. സാമൂഹ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുടുംബപരവും വരുന്നുണ്ട്. സാധാരണ നമ്മൾ കുടുംബത്തെയും സമൂഹത്തെയും ഇങ്ങനെ വേർതിരിച്ച് രണ്ടായിട്ട് വെക്കുന്നത്. കുടുംബം വേറെ ഇരിക്കുന്നു, നമ്മുടെ കുടുംബകാര്യങ്ങളല്ലേ, കുടുംബകാര്യത്തിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കുടുംബം, ഇപ്പോഴത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ സമൂഹം പറയുന്ന തരത്തിലുള്ള കുടുംബമാണ്. സമൂഹം എങ്ങനെയാണ് ഒരു കുടുംബം ആയിരിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആവാൻ ശ്രമിക്കുകയാണ്. ഓരോരുത്തരും അങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പിന്നെ കുടുംബത്തിനകത്ത്
കല്യാണം തുടങ്ങി, കല്യാണത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരിക്കണം, കല്യാണം എങ്ങനെയായിരിക്കണം, അതിനുശേഷം ഈ ഭാര്യ എന്തൊക്കെ ചെയ്യണം, ഭർത്താവ് എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഞാൻ പണ്ട് ഈ ആത്മഹത്യാ ശ്രമങ്ങൾ കൂടുതൽ സ്ത്രീകളാണ് ചെയ്യുന്നത്. അതിനകത്തൊരു ജെൻഡർ വ്യത്യാസം കൂടിയുണ്ട്. ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരും, ശ്രമിക്കുന്നത് കൂടുതലും സ്ത്രീകളുമാണ്. അതെപ്പോഴും 1:3 എന്നുള്ള കണക്കിലാണ്. ഒരു പുരുഷൻ ചെയ്യുമ്പോൾ ഒരു പുരുഷൻ ശ്രമിക്കുമ്പോൾ 3 സ്ത്രീകൾ ശ്രമിക്കുന്നുണ്ട്. 3 പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് അത് പൂർത്തിയാക്കുക. ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. കേരളത്തിൽ മറ്റു സ്ഥലങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്നുമുണ്ട്. കുട്ടികളുമായിട്ടുള്ളതാണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഈ എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആണുങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, സമൂഹം പെണ്ണുങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതിന് ഒരു വലിയ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ നടത്തിയ ഇന്റർവ്യൂവിൽ കാണുന്നത് പെണ്ണുങ്ങൾ ചെയ്യുന്ന കാരണമല്ല പലപ്പോഴും ആണുങ്ങൾ ചെയ്യുന്നതിന് വരുന്നത്. അത് എന്താണോ ആണുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, അന്നത്തേത് ഇപ്പോഴും ഒരുപാട് വലിയ വ്യത്യാസമുണ്ട്. ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പറയാം. പിന്നെ അന്നാണെങ്കിൽ കൂടുതൽ കടം, അങ്ങനെ സാമ്പത്തിക ബാധ്യത മുഴുവൻ നമ്മൾ ഏറ്റെടുക്കണമെന്നുള്ളൊരു വിചാരമാണ് ആണുങ്ങൾക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം മാറുന്ന സമയത്ത് സ്ത്രീകളും പഴയ പോലെ എന്താണോ സ്ത്രീകളോട് പറഞ്ഞിരുന്നത് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനൊന്നും തയ്യാറല്ല. ഇപ്പോൾ കുറച്ചും കൂടെ അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളും കൂടി വരുന്നു. ജോലി, ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നു, പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതൽ നമ്മുടെ നാട്ടിലെ ആളുകളെ ഇഷ്ടമാണ്, ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്, പണ്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കുറച്ചുകൂടെ സ്വാതന്ത്ര്യമെടുത്ത് പെൺകുട്ടികൾ പോകും, സ്ത്രീകൾ പോകും. അപ്പൊ നേരത്തെ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത്, നമ്മുടെ കുടുംബത്തിൽ പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടിരുന്നത്, അങ്ങനെയൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പുരുഷന്മാർക്ക് കഴിയാതെ വരുന്നു. അതുപോലെ തിരിച്ചും സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് ആ രീതിയിലുള്ള ഒരു ജീവിതം കിട്ടാതെ വരുന്ന സമയത്ത് മടുപ്പും കാര്യങ്ങളും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സാമൂഹ്യവശത്തിലേക്ക് നമുക്ക് പിന്നീട് കൂടുതൽ വരാം. പക്ഷെ അതിനോടൊപ്പം ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഈ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് പോലെ ആ സമയത്ത് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പേ ഒരു പത്തോളജി, അതിനു മുമ്പേ ആ ഒരു മനസ്സിൻ്റെ ഒരു രോഗാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. രോഗാവസ്ഥ എന്നാണോ പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ അവർ അഫക്റ്റഡാണ്. അങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്താണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതൊരു വയലൻസാണ്. സാധാരണ പറയുന്ന ഉള്ളിലേക്ക് തിരിച്ച വയലൻസാണ് ആത്മഹത്യ. പുറത്തോട്ടല്ല ചെയ്യുന്ന, നമ്മൾ ഉള്ളിലേക്ക് സ്വയം ചെയ്യുന്നു എന്നുള്ളതാണ് സെൽഫ് ഹാം എന്നാണ് പറയുന്നത്. ആ ഒരു മാനസിക അവസ്ഥ ഒരു പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. അത്രയും ഭയങ്കരമായ വേദന അനുഭവിക്കുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ആ വേദന മാനസിക വേദന, ആ മാനസിക വേദനയേക്കാൾ ഭേദം മരണമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റിലാണ് ആത്മഹത്യ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് നിരാശയും നിസ്സഹായതയും ആണ് അനുഭവിക്കുന്നത്. വേറൊന്നും ഇല്ല. നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ ടണൽ വിഷൻ എന്ന് പറയാം. നമുക്ക് വേറെ ഒന്നും കാണാനില്ല, വേറെ ഒരു ജീവിതത്തിൽ വേറൊന്നും പറ്റില്ല, മരണം അല്ലാണ്ടൊരു വഴിയില്ല എന്നുള്ള ഒരു ഫീലിംഗാണ്. വേറൊരു തരത്തിൽ പറയുന്ന ഒരു ക്രൈ ഫോർ ഹെൽപ്പ് എന്നും പറയും, ഒരു സഹായത്തിന് വേണ്ടിയുള്ളൊരു വിളിയാണെന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഒരാൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നതിന് പല ഘടകങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ മാനസികമായ ആരോഗ്യം തന്നെയാണ്. അത് കുട്ടിക്കാലം മുതൽ, കുട്ടിക്കാലത്ത് കടന്നുപോയിട്ടുള്ള പല ട്രോമ അല്ലെങ്കിൽ ആഘാതങ്ങൾ, മനസ്സിലുണ്ടായിട്ടുള്ള മുറിവുകൾ ഉണ്ടാകും. കുട്ടി വളരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അവരുടെ പേരന്റുകൾ മാത്രം ചെയ്യേണ്ട കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അവർക്കുള്ള പരിസരം, അതിലിപ്പോൾ സ്കൂളും എല്ലാം വരും, സ്കൂൾ മാഷന്മാർ വരും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരും. അങ്ങനെ ഒരു കുട്ടിയെ ആരോഗ്യത്തോടെ അവർക്കൊരു അംഗീകാരം കിട്ടിയിരുന്നോ, ആ സമയത്ത് അവരെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചിരുന്നോ, അല്ലെ അവർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാനായിട്ട് ഉള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൂടി ഒരു കാരണം ആകാറുണ്ട് എന്നുള്ളതാണ്.
അത് സാധാരണ പറയും, നമ്മളിപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ, ഒരു മുറിഞ്ഞ സ്ഥലം തന്നെ വീണ്ടും വീണ്ടും മുറിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ഈ സ്കാർ ഉണ്ടാവുമല്ലോ, ആ സ്കാർ ഉണ്ടാവുന്ന വീണ്ടും അത് വലുതായി വലുതായി ആ സ്കാർ വലുതായി ഇരിക്കും. വീണ്ടും ഒരു ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാൽ തന്നെ അത് ബ്ലീഡ് ചെയ്യും, ഭയങ്കരമായിട്ട് രക്തം വരും. അതുപോലെ തന്നെയാണ് മനസ്സിന് കുട്ടിക്കാലത്തെ ഉണ്ടാകുന്ന മുറിവുകൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അല്ലെ അത് ഉൾക്കൊള്ളാനുള്ള സ്കില്ല് അവർക്കില്ലാതെ പോകുന്നു. പലപ്പോഴും ആ ഒരു എല്ലാവർക്കും എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല, പലർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരും എന്തുകൊണ്ട് ഇത്രയും ഒരു ദുരന്തത്തിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു സ്കില്ല്, ഒരു പ്രാപ്തി എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവുന്നില്ല. അതും സാഹചര്യങ്ങൾ കൊണ്ടായി. ഇത് എൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു വശമാണ്. പിന്നെ ജന്മനാ ഉള്ള കാരണങ്ങളുണ്ടോ? ജനറ്റിക്കായിട്ടും ചില ആളുകൾക്ക് കൂടുതൽ ഇതിനുള്ള പ്രവണത കാണുന്നുണ്ട്. അത് ഡിപ്രഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മാനസിക പ്രശ്നമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം. പലതരത്തിലുള്ള വിഷാദം, മൈനറായിട്ടുള്ള മേജറായിട്ടുള്ള വിഷാദങ്ങളുണ്ട്. സ്ത്രീകൾക്കാണ് അത് കൂടുതൽ, വിഷാദം കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. വിഷാദമുള്ളവരാണ് കൂടുതൽ പേരും. ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ 80% പേർക്കും നേരത്തെ ഒരു വിഷാദ രോഗം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് നമ്മൾ കണക്കിലെടുക്കില്ല. നമ്മൾ പറയുമ്പോൾ അയ്യോ എന്തിനാണ് ഒരു കാര്യമില്ലാതെ പോയി ആത്മഹത്യ ചെയ്തതെന്ന് തോന്നും. ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ നേരത്തെ തിരിച്ചറിയുന്നില്ല ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അത് തിരിച്ചറിയാനും ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവർ ചിലപ്പോൾ പുറമേ നല്ലോണം ചിരിച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നവരായിരിക്കും, അല്ലെങ്കിൽ രാവിലെ പോയിട്ട് നല്ല ജോലിയൊക്കെ വളരെ നന്നായിട്ട് ചെയ്തവരായിരിക്കും. എന്നിട്ടായിരിക്കും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ തിരിച്ചറിയാനുള്ള ചില ഹിന്റുകൾ, ചില സൂചനകളും ഉണ്ടാവും എന്നുള്ളത്. അതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ. സൂചനകൾ എന്താ വെച്ചാൽ പലരും പറയും, ഞാൻ മിക്കവാറും നിന്നെ കാണൂല, നമ്മൾ അവസാനമായിട്ട് കാണാണ്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തരും, ഇത് നീ വെച്ചോളും, നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ പുറമേ തിരിച്ചറിയണമെന്നില്ല. പലപ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ, ഡ്രസ്സ് ചെയ്യുന്നതിലൊന്നും അത്ര ശ്രദ്ധിക്കാണ്ട് നല്ലപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ അതിലൊക്കെ ശ്രദ്ധയില്ലാതെ വരുന്നു. പിന്നെ ഉറക്കം തീരെ ഇല്ലാതെ വരുന്നു, ഭക്ഷണം കഴിക്കാതെ വരും, ചിലപ്പോൾ കൂടുതൽ കഴിക്കും, ചിലത് ഒട്ടും കഴിക്കാതെ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ മനു ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് ജന്മനാ ഉള്ള നമ്മുടെ ജനിതകപരമായിട്ടുള്ള ചില സവിശേഷതകൾ. പക്ഷെ അങ്ങനെ എല്ലാവർക്കും അത് വരില്ല. എന്തുകൊണ്ട് എല്ലാവർക്കും വരാതെ? പിന്നെ അവരുടെ കുട്ടിക്കാലം നല്ല രീതിയിൽ വളർന്നു വന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് മെൻ്റലി ഹെൽത്തി ആയിട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. പിന്നെ മറ്റ് സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതിലേക്ക് കൂടുതൽ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. സാമൂഹ്യ കാരണങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുള്ള വിഷയമാണ്. അതിലൊന്ന് ഈ കുടുംബം തന്നെയാണ് ഞാൻ പ്രതികൂട്ടി. ഇപ്പോഴത്തെ കുടുംബം എന്ന് അടച്ചു പറയല്ല, പക്ഷെ നമുക്കിപ്പോൾ ഉള്ള നമ്മൾ സാധാരണ പറയുന്ന പാട്രിയാർക്കലായിട്ടുള്ള പുരുഷ മേധാവിത്വപരമായിട്ടുള്ള കുടുംബത്തിൻ്റെ ഘടന, അത് പഴയതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര വിചാരിച്ചാലും പറ്റില്ല. ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു സിസ്റ്റമാണത്. ഇനിയും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലെങ്ങനെ പൊരുത്തപ്പെട്ട് പോകാം എന്നുള്ള സ്കില്ല് നമ്മൾ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ നമ്മളത് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അതിലുള്ള സാമൂഹ്യമായ കാരണങ്ങൾ, അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് വളരെ സങ്കീർണമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരുന്ന് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി വെക്കണമെന്ന് തോന്നി അത് ആ ഒരു മനസ്സുണ്ടല്ലോ കേരളത്തിലെ ആളുകൾക്ക്. അങ്ങനെ ഒരു റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും കൂടി പറഞ്ഞുകൊണ്ട് ആദ്യത്തേത് നിർത്താണ്. വലിയൊരു ഇൻസൈറ്റ് ആണ് മാം നമുക്ക് തന്നിട്ടുള്ളത്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒരു ഘടകം മാത്രം കൊണ്ടുണ്ടാവുന്നതല്ല. അത് കുറേയധികം ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി ആത്മഹത്യ എന്ന ഒരു വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സോ ഡോക്ടർ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ ക്ലിനിഷ്യൻ ആണ്, അതായത് ഹോസ്പിറ്റൽ ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിനോടുള്ള ചോദ്യം, ഡിപ്രഷനെ കൂടാതെ മറ്റ് ഏതൊക്കെ തരം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് വഴിവെക്കുന്നത്?
ഞാൻ ഓർഗനൈസേഴ്സിന് ആദ്യം നന്ദി പറയുന്നു. അവരോട് ഞാൻ ചോദിച്ച ഒരു കാര്യം, ഇവിടെ എത്ര കുട്ടികൾ ഉണ്ടാകും, മുതിർന്നവർ ഉണ്ടാകും, നമുക്കറിയാം കുട്ടികൾ ഉണ്ടാകുമോ? കുട്ടികളെ ആരും കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഓപ്പണായിട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു. ഡോക്ടർ ജയശ്രീ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഡോക്ടർ മനു ചോദിച്ച ആ വിഷയത്തിലേക്ക്, ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആത്മഹത്യ കൊണ്ടുണ്ടായ നഷ്ടം അനുഭവിച്ചിട്ടുണ്ടാവാം, കേട്ടറിഞ്ഞിട്ടുണ്ടാവാം, അതിൻ്റെ അടുത്തും അകന്നും നിന്ന് സഞ്ചരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പം, അത് ഞാനായാലും നമ്മൾ ഓരോരുത്തരുമായാലും, ഈ ഒരു വിഷയമായതുകൊണ്ട് സന്തോഷമുള്ള കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഓർമ്മകൾ നമ്മൾ അറിയാം. നിങ്ങൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് നടന്നും കേൾക്കുന്നത് ഓർമ്മകൾ അയവിറക്കി അതിൻ്റെ വികാരങ്ങളിലേക്ക് പോയി അതിൻ്റെ എക്സ്പീരിയൻസിങ് ആൻഡ് റീ എക്സ്പീരിയൻസിങ്, അനുഭവങ്ങൾ, വീണ്ടും അനുഭവങ്ങൾ, അതിനുശേഷമുള്ള അനുഭവങ്ങളിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ ഉണ്ടാകും. ഒരു മാനസിക ആരോഗ്യ വിദഗ്ധ എന്ന നിലയിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ എല്ലാവരോടും, എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് സാധിക്കുന്നിടത്തോളം ഇൻട്രഡക്ഷൻ ചെയ്യാം, അതിനുശേഷവും സംസാരിക്കണം. അവിടെ പോയതിന് ശേഷം ഉറങ്ങാൻ പറ്റുന്നില്ല, അത്ര അവിടെ പോകണ്ടായിരുന്നു എന്നുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആരോടെങ്കിലും സംസാരിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റിലാണ് ഞാൻ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഓഫ് കോഴ്സ് ലാബ് കൗൺസിലിങ്ങിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരുടെയെങ്കിലും അടുത്ത് നിങ്ങളുടെ മെമ്മറീസ് ഇപ്പോൾ വരികയാണെങ്കിൽ, ഞാൻ ഈ മെമ്മറീസ് എന്ന് പറയാൻ കാരണം, മനസ്സ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതെന്താണ്, മനസ്സ് എവിടെ ഇരിക്കുന്നത്? മനസ്സൊന്ന് തൊട്ട് കാട്ടിത്തരാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ ബ്രെയിൻ, തലച്ചോറിലാണ് പലപ്പോഴും. തലച്ചോറ് അല്ലെ മനസ്സ്, മൈൻഡ് ഇസ് വാട്ട് അവർ ബ്രെയിൻ ഡസ്. അല്ലേ? സോ മനസ്സ് എന്നുള്ള വാക്ക് ഭാഷയിലുള്ള ഒരു വാക്കാണ്. ഏത് ഭാഷ നോക്കിയാലും, പഴയ ഭാഷകൾ നോക്കിയാലും, സംസ്കൃതമാണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും ഒക്കെ മൈൻഡ്, മനസ്സ്, മനഃ വാക്ക് ഉണ്ട്. നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കണ്ണൂരുകാർ എന്താണ് പറയുന്നതെന്ന് അറിയില്ല, ഞാൻ കോട്ടയം ആയതുകൊണ്ട് മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ലോ. മനസ്സ് എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മുടെ സാധാരണ ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസാര ഭാഷയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ മനസ്സ് എന്ന് പറയുന്ന കാര്യം നമ്മളുടെ തലച്ചോറാണ്. ഈ സിനിമകൾ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം ആ അഡ്വർടൈസ്മെന്റ് മാറി. പഴയ ഒരു അഡ്വർടൈസ്മെന്റ്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. സത്യത്തിൽ ബ്രെയിൻ ആണ് സ്പോഞ്ച് പോലെ. നമ്മുടെ തലച്ചോറ് ഭയങ്കര സ്പോഞ്ചാണ്. നമ്മൾ എന്ത് കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും അനുഭവിച്ചാലും അതെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പൊ ഡോക്ടർ ജയശ്രീ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വൂണ്ട്, ഒരു മുറിവുണ്ടായി, അതിന് മേലെ വീണ്ടും മുറിവുണ്ടായി, അതിന് മേലെ വീണ്ടും മുറിവുണ്ടായി, അത് സ്ഥിരം അല്ലെങ്കിൽ അതൊരു മാർക്കായി, അത് വീണ്ടും വേദനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ, തലച്ചോറിന്റെ ഉള്ളിൽ സംഭവിക്കാം. സോ നമ്മൾ മാനസിക ആരോഗ്യം, ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മരണം നോക്കുകയാണെങ്കിൽ മനുഷ്യര് അല്ല, ആരാണെങ്കിലും, ഏത് സ്പീഷീസിൽ, ആരൊക്കെ ആണെങ്കിലും, മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ജനിച്ചിട്ട് മരണം എന്നുള്ളൊരു യാത്രയിലേക്കാണ് നമ്മൾ പോവുക. സ്വാഭാവിക മരണങ്ങളാണ് പ്രായമായി ഒരു ജീവിയുടെ സാധാരണ സ്വാഭാവികമായിട്ടുള്ള ആ സമയം കഴിഞ്ഞിട്ടുള്ള മരണത്തിലേക്കാണ്
സ്വാഭാവിക മരണം, പ്രായമായുള്ള മരണം, ചില ആൾക്കാർ രോഗങ്ങൾ മൂലം അല്ലെങ്കിൽ ആക്സിഡന്റും അപകടങ്ങൾ മൂലമുള്ള മരണം. സ്വയം മരണം വരിക്കുക എന്നുള്ളത് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവർക്ക് ഒപ്പം നിൽക്കുന്നവർക്കും ഒരു പരിചയവുമില്ലാത്തവർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപക്ഷെ നമുക്ക് തടയാൻ സാധിക്കാം എന്ന് ചിന്തിക്കുന്ന തലത്തിൽ ഇത് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. സോ ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത്, അത് ചെയ്യുന്നവർ സക്സസ്ഫുൾ ആകുന്നവരെന്ന് ഡോക്ടർ ജയശ്രീ പറഞ്ഞു. അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒപ്പം നിൽക്കുന്നവരും കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ്. നമ്മൾ ഇതെല്ലാം ബാധിക്കുന്നുണ്ടാവാം. മാനസിക ആരോഗ്യം അല്ലെ, മനസ്സ് എന്ന് പറയുന്നത്, ഞാൻ മനസ്സെന്നുള്ള വാക്ക് തന്നെയാണ്, ബ്രെയിൻ എന്നുള്ളത് ചിന്തിക്കുക, മനസ്സെന്നുള്ള ഭാഷയിൽ ആ വാക്കുള്ളത് കൊണ്ട് മാനസിക ആരോഗ്യം എന്ന വാക്ക് തന്നെ പറയുകയാണ്. സോ മെന്റൽ ഹെൽത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മെന്റൽ ഹെൽത്ത് വെൽനെസ് എന്നുള്ളൊരു കാര്യമുണ്ട്. മാനസിക ആരോഗ്യമുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, മാനസിക രോഗങ്ങളുണ്ട്. ഈ 3 രീതിയിൽ നമുക്ക് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാൻ പറ്റും. സോ നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ജനിച്ച് മരണം വരെയുള്ള നമ്മളുടെ ജീവിതത്തിൽ, ജനിക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞായിരിക്കുന്ന വളർന്നു വരുന്ന ഓരോ അവസ്ഥയുണ്ട്, അതിനുശേഷം നമ്മൾ കടന്നു പോകുന്ന ഓരോ കാലഘട്ടങ്ങളുണ്ട്, കുടുംബമായി സ്വന്തമായിട്ടുള്ള കാലഘട്ടങ്ങളും, അതായത് കൗമാരപ്രായം, അഡൽട്ടായിട്ട് യുവാവ് അല്ലെങ്കിൽ മുതിർന്ന ഒരാള് എന്ന പോലെ തന്നെ വീടുകളിൽ നമ്മൾ എടുക്കുന്ന പല പല റോൾസ് ഉണ്ട്. കുട്ടിയായിട്ടിരിക്കുന്നു, സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയാവുന്നു, പിന്നീട് ഒരു പ്രണയം, കാമുകൻ അല്ലെങ്കിൽ കാമുകിയാവുന്നു, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാകുന്നു, അമ്മ, അച്ഛൻ, ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെതായ അവരവരുടേതായ റോളിൽ പരസ്പരം ഈ ഓരോ റോളും എടുത്തിട്ടാണ്, ഓരോ എന്താ പറയുക, തലങ്ങളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അത് പലപ്പോഴും ശ്രദ്ധ കിട്ടാനായിരിക്കും ഒരു കാര്യം, ക്രൈ ഫോർ ഹെൽപ്പ് എന്നുള്ളൊരു വാക്ക് ഡോക്ടർ ജയശ്രീ പറഞ്ഞു. എനിക്കൊരു സഹായം വേണം, എന്നെ ആരും സഹായിക്കുന്നില്ല. സോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു സഹായം കിട്ടാനുള്ള ഭാഷയാകാം. നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലെ ഒരു പ്രവൃത്തിയിലൂടെ, ബിഹേവിയറൽ ലാംഗ്വേജ് ആണത്. എനിക്ക് ഈ ആവശ്യമുണ്ടെന്ന് ഞാൻ മറ്റൊരാളോട് പറയുന്ന ഭാഷയായി തീരാറുണ്ട് പലപ്പോഴും ഈ സ്വയം മരണം വരിക്കുന്നതിലേക്കുള്ള കാര്യങ്ങൾ. അവിടെ അറ്റൻഷൻ എന്നുള്ള വാക്കും അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള വാക്കും ഭയങ്കര പ്രശ്നമുണ്ട്. ആ വാക്കുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധ വേണം. വേറൊരാൾ നമ്മളോട് ഒരു കാര്യം നന്നായി ചെയ്തു, നമ്മൾ ജോലി ചെയ്തു, നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് മനഃപൂർവ്വമായി നമ്മളൊരു കാര്യം ചെയ്യുന്നത് അറ്റൻഷൻ സീക്കിംഗ് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരും ചിലപ്പോൾ അവിടെയും ഇവിടെയും നമ്മൾ കേൾക്കാം. പക്ഷെ അതും ഒരു കോൾ ഫോർ ഹെൽപ്പാണ്. അവർക്ക് സംസാരത്തിലൂടെ പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്നെക്കുറിച്ച് ഒരു നല്ല കാര്യം പറയൂ എന്ന് പറയാൻ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളും അറ്റൻഷൻ സീക്കിങ്ങിൽ വരാം. സോ ഇതിലേത് പ്രവൃത്തിയാണ് സ്വയം ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഡോക്ടർ മനു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. മുതിർന്നവരാണെങ്കിലും ചിലപ്പോൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ അറിയാത്ത ഭാഷ, അവർക്ക് ഭാഷ മലയാളം അറിയില്ലെന്നല്ല, വർത്തമാനം പറയാൻ അറിയില്ല എന്നല്ല, പക്ഷെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള, വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഭാഷ, അവരുടെ ഭാഷ ചെയ്താണ് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് പേഴ്സണാലിറ്റികളുടെ പേഴ്സണാലിറ്റി പാറ്റേൺസിലാണ് ചില ആളുകൾ അതിനെ കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ, ആസ് എ പ്രൊഫഷണൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ് കുറെ പേര് ഇരുന്ന് പറയും. ചില ആൾക്കാർ അതിന്റെ മേലെ ചെന്ന് എനിക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവർക്ക്, എൻ്റെ സുഹൃത്തിനോ എൻ്റെ വീട്ടിലുള്ളവർക്കോ ഒക്കെ ഇതുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനും അല്ലെങ്കിൽ കുറ്റം പറയാനും ആ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്.
അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് പേഴ്സണാലിറ്റി പാറ്റേൺസും ഈ സ്വയം മരണം വരിക്കാമെന്നുള്ള തരത്തിലുള്ള പേഴ്സണാലിറ്റി പാറ്റേൺസും ഒക്കെ ഒരു ക്രൈ ഫോർ ഹെൽപ്പും ആകാം ഇന്ന കാര്യം പറയാനുള്ള രീതിയിലേക്ക്. ഇത് കൂടാതെ ഇപ്പം നമ്മൾ ക്ലിനിക്കലി നോക്കിയാൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ അവരുടെ ഒരു ലാംഗ്വേജ് ആയിട്ട്, കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആയിട്ട് സെൽഫ് ഹാം പാറ്റേൺ, സ്വയം മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചില ആളുകൾ ചെയ്യാറുണ്ട്. വലിയ തരത്തിലുള്ള മാനസിക രോഗങ്ങളിൽ സിവിയർ മെന്റൽ ഇൽനസ് എന്ന് പറയുന്ന തലച്ചോറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള മാനസിക രോഗമാണെങ്കിൽ മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ട്, ചില മാനസിക രോഗ ലക്ഷണങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾ സ്വയം ജീവൻ ഹനിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടിട്ട് വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. രോഗത്തിന്റെ ഭാഗമായിട്ടാണത്. പക്ഷെ രോഗത്തിന്റെ അല്ല, ഞാൻ ഈ മുൻപേ പറഞ്ഞ 3 അവസ്ഥകൾ. മാനസിക ആരോഗ്യം എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് ചെയ്യുന്നതും, രോഗം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ രോഗത്തിന്റെ ഭാഗമായി ചെയ്യുന്നതും വ്യത്യസ്തമാണ്. ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഡീല് ചെയ്യാൻ, അല്ലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നോക്കിക്കാണാൻ പഠിക്കണമെങ്കിൽ നമുക്ക് മാനസിക ആരോഗ്യം എന്നുള്ള കാര്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് മാനസിക ആരോഗ്യം എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മാനസിക ആരോഗ്യം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനേഷനിൽ പറയുന്നതിൽ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ സാധിക്കുക, ചുറ്റുപാടുമായി ഇടപെടാൻ സാധിക്കുക, സമൂഹത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കുക. നമ്മളൊരു വ്യക്തി നിൽക്കുകയാണ്, അതിന്റെ ഒരു സർക്കിള്, അതിന്റെ അപ്പുറത്തെ സർക്കിൾ, അങ്ങനെ ആലോചിച്ചാൽ അതാണ് അങ്ങനെ ഉള്ള ഒരു കഴിവിനെ നമ്മൾക്ക് മാനസിക ആരോഗ്യമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളെ ഓരോ ജീവിത കാലഘട്ടങ്ങളുണ്ട്. ഓരോ ജീവിത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ വ്യക്തിയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കാതെ, അതിനോട് കൃത്യമായി ഇടപെടാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ ശരി ഇനിയും വേണ്ട, ഇമോഷണലായിട്ട് എടുക്കുന്ന തീരുമാനത്തിന്റെ, ഇമ്പൾസീവായിട്ട് എടുത്തുചാട്ടമായിട്ട് എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടും സ്വയം മരണം വരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. രോഗത്തിന്റെ ഭാഗമായി പലപ്പോഴും അത് രോഗത്തിന്റെ ലക്ഷണത്തിന്റെ രീതികളിലാണ് നമുക്കതിനെ കാണാൻ സാധിക്കുക. ഒട്ടുമിക്ക എല്ലാ മാനസിക രോഗങ്ങളുടെ ഭാഗമായും ആത്മഹത്യാ പ്രവണത ഉണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് ഡിപ്രഷനാണ്. ഒരു ഡിപ്രഷൻ പേഷ്യന്റിന്റെ ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കാം. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഡിപ്രഷൻ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ആങ്സൈറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. OCD എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. നമ്മുടെ നോർത്ത് 24 കാതം എന്നൊരു സിനിമയുണ്ട് ഫഹദ് ഫാസിലിന്റെ. അദ്ദേഹത്തിന് ഒരു എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രെസ് വരും. ചില കണ്ടീഷനിൽ ഈ ഡിസ്ട്രെസ് കൂടിയിട്ട് സൂസൈഡിലേക്ക് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് കൂടാതെ ചില രോഗങ്ങളുണ്ട്, സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ. ചില തമിഴ് സിനിമകളൊക്കെ, ധനുഷിന്റെ 3 എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇതിന്റെ ബേസിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്വയം വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ എന്താണ് ഡോക്ടർ ജാസ്മിൻ പറഞ്ഞത്, ആത്മഹത്യക്ക് 2 റീസൺ ഉണ്ടാകാം. ഒന്ന്, മാനസിക പ്രശ്നങ്ങൾ മൂലം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നല്ലൊരു ബിസിനസ് ഒക്കെ ചെയ്ത് നല്ലൊരു സമ്പന്നനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് എനിക്കൊരു ലോസ് സംഭവിച്ചു, എന്റെ ബിസിനസ് തകർന്ന് കാശെല്ലാം പോയി കിട്ടി. അപ്പൊ ആ ഒരു മൊമെന്റിൽ നമുക്കുണ്ടാകുന്ന ഒരു ഡിസ്ട്രെസ്, അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൂസൈഡിലേക്ക് പോവുക എന്നത് ഒരു കാരണം. 2, ഇപ്പൊ നീറ്റ് എക്സാമുകൾ അല്ലെങ്കിൽ JEEയുടെ എക്സാമുകളൊക്കെ വരുമ്പോൾ കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തതായിട്ട് കാണാം, അല്ലെ? നീറ്റിന് ഉദ്ദേശിച്ച റാങ്ക് കിട്ടില്ല, കുട്ടി ആത്മഹത്യ ചെയ്തു. അത് ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു പർട്ടിക്കുലർ ടൈമില് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ചെയ്യുന്നതോ ചെയ്യാൻ ശ്രമിക്കുന്നതോ കുറ്റകരമാണോ?
അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന് നിയമപരമായി എന്തൊക്കെ തരം ശിക്ഷകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കറക്ഷൻസ് ആയിട്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നത്? നമ്മുടെ നാട്ടിലെ നിയമം പലപ്പോഴും വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ 3 പാനലിസ്റ്റുകളും സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യ എന്ന് പറയുന്നത് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇപ്പൊ അതിന് ഭാരതീയ ന്യായ സംഹിത എന്നാണ് പേര്. അതുപ്രകാരം ആത്മഹത്യാ ശ്രമം കുറ്റമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം അവകാശപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് മേൽ, നമ്മുടെ ജീവന് മേൽ നമുക്ക് അധികാരം വേണം എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു അധികാരമില്ല. നിങ്ങൾക്ക് സ്വയം മരിക്കാൻ അവകാശമില്ല. അത് നമ്മുടെ മതപരമായൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ മരണം ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേ മരിക്കാൻ പാടുള്ളൂ. ഇത് സ്വയം മരിക്കാൻ തീരുമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും പുതിയ ഭാരതീയ ന്യായ സംഹിതയിലും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കുറ്റമാണ്. പെട്ടാൽ 1 വർഷം വരെ തടവ്, അതാണ് ശിക്ഷ. ചിലപ്പോൾ പിഴയും ഉണ്ടാകും. എന്നാൽ അയാൾ മരിച്ചു കഴിഞ്ഞു, വേറൊരാളാണ് അയാളുടെ ആത്മഹത്യക്ക് കാരണമെങ്കിൽ കുറച്ച് കടുപ്പമാണ് നമ്മുടെ നിയമത്തിലെ വകുപ്പുകൾ. ആത്മഹത്യാ പ്രേരണ എന്നാണ് കുറ്റം. അങ്ങനെ ഒരു കേസ് പയ്യന്നൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ പയ്യന്നൂരില് ഇറങ്ങിയ 2 കോഴിക്കോട്ടുകാർ ബസ്സിൽ വെച്ചിട്ട് എന്തോ മോശമുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു യുവാവിനെതിരെയുള്ള വീഡിയോ പ്രചരിപ്പിച്ചു. യുവാവ് ആത്മഹത്യ ചെയ്തു. യുവതി ജയിലിലാണ്, അവരുടെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ആത്മഹത്യാ പ്രേരണയാണ്. അത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ. കുറെ കൂടി ഗൗരവമുള്ള ഒന്നാണ്. മറ്റൊരാളുടെ മരണത്തിന് നിങ്ങൾ പ്രേരണ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ഭാരതീയ നിയമസംഹിതയിലെ 2 വകുപ്പ് BNS 48-ഉം 108-ഉം 48 പ്രേരണയാണ്. എന്താണ് പ്രേരണ എന്ന് നിർവചിക്കുന്നുണ്ട്. അതുപ്രകാരം ഉള്ള കാരണങ്ങൾ നിങ്ങളിൽ കുറ്റം ചുമത്തപ്പെട്ടാൽ 108 പ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാം. യഥാർത്ഥത്തിൽ ഒരു ആധുനിക സമൂഹത്തിൽ മകനിട്ട് ശിക്ഷിക്കുന്നത് ശരിയല്ല. നമുക്കതുകൊണ്ട് ആ വകുപ്പ് മാറ്റണം എന്നുള്ളത് ഒരു ജനകീയ വിഷയമായിട്ട് വരേണ്ടതാണ്. എന്നാൽ ആത്മഹത്യാ പ്രേരണ ഗൗരവമായിട്ട് വരേണ്ട ഒരു കുറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് കൂടിയ ശിക്ഷ തന്നെ നമ്മുടെ നിയമസംഹിതയിൽ വെച്ചിട്ടുള്ളത്. 2017 നമ്മുടെ പാർലമെന്റ് മറ്റൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് മറ്റേ നിയമ പരിചയമുള്ളൂ. ആത്മഹത്യാ ശ്രമവും ആത്മഹത്യാ പ്രേരണയും. ഈ മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിനെ കുറിച്ച് അത് ഉണ്ടാക്കിയവർ തന്നെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടില്ല. പറയുന്നത് ഈ ആത്മഹത്യാ പ്രവണതകളുള്ള ഇന്നത്തെ ഡോക്ടർ ജയശ്രീയും ഡോക്ടർ ജാസ്മിനും വിശദീകരിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള കാരണങ്ങളാൽ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വലിയ നിലയിലുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാവുക. ഇവിടെ പറഞ്ഞിട്ടുള്ള മാനസികാരോഗ്യം എന്നൊരു പോസിറ്റീവ് എനർജിയിലേക്ക് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സൂചകമുള്ള പദത്തിന് പകരം നമുക്ക് മാനസികാരോഗ്യം എന്ന് പറയുന്ന മെന്റൽ ഹെൽത്ത് കുറച്ചുകൂടി അങ്ങനെ ഇപ്പോഴത്തെ വൈബ് ഉണ്ടാകണമെങ്കിൽ അങ്ങനെ. നോർത്ത് കൊറിയയില് ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, മരിച്ചില്ലെങ്കിൽ അവനെ പൊതുമധ്യത്തിൽ കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ഒരു ഏർപ്പാടുണ്ട്. കാരണം അത്രത്തോളം രീതിയിലാണ് നമ്മൾ സൂയിസൈഡിനെ ഓരോ രാജ്യങ്ങളും നോക്കുന്നത്. അടുത്തത് ഇവര് 3 പാനലിസ്റ്റും പറഞ്ഞൊരു കാര്യമുണ്ട്. വ്യത്യസ്തങ്ങളായ റീസൺ ആണ് ആത്മഹത്യക്ക് കാരണം. ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഹൈ ഇൻകം കൺട്രീസ് അഥവാ കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ആത്മഹത്യയുടെ തോത് വളരെ കൂടുതലാണ്. ലോകത്തിൽ ആദ്യമായി ഏകാന്തതയ്ക്ക് വേണ്ടി ഒരു മന്ത്രിസഭ, നമുക്ക് ഹോം മിനിസ്റ്റർ ഉണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഉണ്ട്. അതുപോലെ ഏകാന്തതയ്ക്ക് വേണ്ടി ഒരു മിനിസ്റ്ററിനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു രാജ്യമുണ്ട്. ഏതാണെന്നറിയാമോ? നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ, ഹോം മിനിസ്റ്ററിനെ പോലെ, ആഭ്യന്തരമന്ത്രിനെ പോലെ, കാർഷിക മന്ത്രിനെ പോലെ, ധനകാര്യ വകുപ്പ് മന്ത്രിനെ പോലെ ലോൺലിനെസ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് UK-ലാണ്. പിന്നെ ആത്മഹത്യാ പ്രവണതയും എത്രത്തോളം ഭീകരമാണെന്ന്. ഇനി ഞാൻ തിരിച്ച് വീണ്ടും
വീണ്ടും ജാസ്മിൻ മാമിലേക്ക് പോവാണ്. ലാസ്റ്റ് നമ്മുടെ ജെയ്സി മാം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, വാർണിംഗ് സൈൻസ് അഥവാ സൂചനകൾ. ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു വ്യക്തി ചില സൂചനകൾ നൽകാറുണ്ട്. അവരുടെ ബിഹേവിയറിലാണെങ്കിലും അവരുടെ നിശ്ചയ ജീവിതത്തിലാണെങ്കിലും എന്തൊക്കെ തരം സൂചനകളാണ് ഒരു വ്യക്തി അയാൾ ആത്മഹത്യക്ക് മുമ്പ് സാധാരണയായിട്ട് പ്രകടമാക്കുന്നത്? ഓക്കെ, ഡോക്ടർ ജയശ്രീ 1-2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള സാധനം ആർക്കെങ്കിലും കൊടുക്കുക. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ 2 കാര്യങ്ങൾ, പ്ലാൻഡ് ആയിട്ടുള്ള സ്വയമരണങ്ങളും ഇമ്പൾസീവ് ആയിട്ടുള്ളത്. ഈ പ്ലാൻഡ് ആയിട്ടുള്ള, പ്ലാൻ ചെയ്ത് ഇന്നത് ഞാൻ ചെയ്യണമെന്ന് ദിവസങ്ങളും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ദിവസങ്ങളല്ല ആഴ്ചകളെങ്കിലും പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് പലപ്പോഴും ഈ സൂചനകൾ മനഃപൂർവ്വമായി കൊടുക്കുന്നത്. ഇമ്പൾസീവ് ആയിട്ട് വരുമ്പോൾ മനഃപൂർവ്വം അല്ലാതെയുള്ള സൂചനകളാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. ഏതെങ്കിലും പോയിന്റിൽ ഉണ്ടാവാം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കുട്ടി, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, വീട്ടിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ മാനസിക ബുദ്ധിമുട്ടുകളും മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവിടെ എന്തിനു ജീവിച്ചിരിക്കണം? ഞാൻ മുമ്പ് പറഞ്ഞ വാല്യൂ ഇല്ല, എനിക്ക് എന്നെ കുറിച്ചൊരു വാല്യൂവും ഇല്ല, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സോ ഈ തോന്നലുകളും ഇത്തരത്തിലുള്ള പറച്ചിലുകളും. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ഒരു 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ചെയ്ത ആക്ട് സക്സസ്ഫുൾ ആയില്ല, മീൻസ് മരണപ്പെട്ടില്ല. പക്ഷെ ആ കുട്ടി ചെയ്തതിന് സാധാരണ സ്വന്തം ഒരു 1-2 പാവകൾ, ചില പ്രത്യേക പാവകൾ വേറെ ആർക്കും കൊടുക്കില്ല. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന പാവകൾ ഒരു ദിവസം രാവിലെ അമ്മേന്റെ അടുത്ത് വന്ന്, ഞാൻ എൻ്റെ ആ ഡോളിന് ഒരു പേരുണ്ട്, ആ ഡോളിനെ ഇന്ന കുട്ടിക്ക് കൊടുക്കാം. അമ്മ മോള് വളർന്നതിൻ്റെ ലക്ഷണമായിട്ടാണത് കണ്ടത്. പക്ഷെ അതങ്ങനെയല്ല. മോൾക്ക് ആ കുട്ടിക്ക് സിംറ്റംസ് വൈസ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അവിടെ ഈ ചില കാര്യങ്ങളിൽ, തീരെ ചെറിയ കുട്ടിയാണ്, ഞാൻ ഏറ്റവും ചെറിയൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്, ഒരു 11, 12, 13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള 1-2 കാര്യം, അവരുടെ സാധനങ്ങൾ, ഇതുപോലെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈ പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു കാര്യം, ഇഷ്ടപ്പെട്ട ഭയങ്കര ഡിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട. അപ്പം വാല്യൂ ഇല്ല, അതിന് വെർത്ത്ലെസ്നെസ് എന്ന് പറയുന്ന കാര്യമാണ്. ഇതിന് വാല്യൂ ഇല്ല, ഇതെനിക്കിനി വേണ്ട, ഇത് മറ്റേ ആൾക്ക് ഇരുന്നു കൊള്ളട്ടെ. അവിടെ പറയുന്നതില്ല, ഒന്നും സംസാരത്തിലൊന്നും അത് വരുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രമാണ്. അതുപോലെ അഗെയിൻ ഞാൻ കുട്ടികൾ എന്ന് പറയുമ്പോൾ അഡോളസെന്റ് ഏജിൽ വരുമ്പോഴേക്കും ഇതേ പ്രായഘട്ടത്തിൽ ചിലപ്പോൾ വീട്ടുകാരുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ആയിരിക്കും. എന്തെങ്കിലും തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നക്കാരി കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇന്നു മുതൽ ഞാൻ നല്ല കുട്ടിയാകും, അമ്മയോട് വഴക്ക് പിടിക്കില്ല, അച്ഛനോട് വഴക്ക് പിടിക്കില്ല, സ്കൂളിൽ നന്നായിട്ട് പോകും, ഒരു ചേഞ്ച് ശ്രമിക്കും. ചിലപ്പോൾ സ്കൂളിൽ ചില ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ടാകും. പക്ഷെ അവർക്ക് അവരുടെ ഐഡന്റിറ്റിയിലല്ല കണ്ടിന്യൂറ്റി വരുന്നത്, അവരുടെ സ്വത്വത്തിലല്ല അവർ തുടരാൻ ആഗ്രഹിക്കുന്നത്. ആ സ്വത്വം വേണ്ട. അപ്പൊ നല്ല കുട്ടിയായിട്ട് പിന്നെ ഇല്ലാണ്ടാവുക എന്നുള്ള കാര്യത്തിലേക്ക് കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ, ഞാൻ ഒരു 18-20 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ എഴുത്തുകളിലൂടെ, കഥകളിലൂടെ, കവിതകളിലൂടെ, ഇപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ഓൾറെഡി എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഏതോ ഇടയ്ക്ക് രാത്രിയിൽ ഉണർന്നു, പിന്നെ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഞാൻ അറിയാം അയാളെ
ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോയി. ഞാൻ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഫോൺ ഇല്ല, റേഞ്ച് ഇല്ല. ഞാൻ ഉള്ള കോണ്ടാക്റ്റുകളിലൊക്കെ വിളിച്ച് നമ്മളത് മാനേജ് ചെയ്തു. പക്ഷെ ഇൻഡിക്കേഷൻ വരുന്നത് പേഴ്സണൽ കാര്യത്തിൽ നിന്നാവില്ല. ഇൻഡിക്കേഷൻ പല തരത്തിൽ വരാം, ട്രിഗറുകൾ പല തരത്തിൽ വരാം. ഞാൻ അതിന്റെ കൂടെ 1-2 കാര്യം കൂടെ ഒന്നൊരു റെസ്പോൺസ് പറഞ്ഞുകൊള്ളട്ടെ. 15-16 വയസ്സുള്ള കുട്ടികൾ, ഇതുപോലെ പഠിത്തം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പഠനം ഇല്ലാണ്ടാവും, പഠിക്കാതെ വരുന്നു. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. അതിന്റെ കൂടെ ഈ ജീവിച്ചിരിക്കണ്ട എന്നുള്ള കാരണങ്ങളിലേക്കും ആകാം. ഇത്തരത്തിലുള്ള കാരണങ്ങൾ നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ചേഞ്ചിന്റെ പല സ്റ്റേജസ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ഞാൻ ഇന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു 8 വയസ്സ് മുതൽ ഒരു 22-24 വയസ്സ് വരെയുള്ള നമ്മളുടെ ജീവിത അനുഭവങ്ങൾ, ആ സമയത്ത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടുമുള്ള കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതാണ് അതിന്റെ പരിഹാരം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പ്രശ്നമാകാറുണ്ട്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു തീർക്കാം. അതായത് ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു മാനസിക ആരോഗ്യ വിദഗ്ധരുടെ, അത് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിലും കൗൺസിലേഴ്സ് ആണെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുചെന്നാൽ ഒരു പക്ഷേ ആ രോഗങ്ങൾക്ക് തന്നെ ഞാൻ ഒരു മരുന്നും കഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ ചിലരെങ്കിലും. അപ്പം മാനസിക രോഗത്തിനോ രോഗിയാക്കി കളയാനായിട്ടാണ് സ്റ്റിഗ്മ അല്ലെങ്കിൽ ഈ രോഗത്തിനെ കുറിച്ചുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള ആത്മഹത്യകൾ, ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസസ് ഉപയോഗിക്കുമ്പോൾ തലച്ചോറിനുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ആത്മഹത്യകൾ ഇമ്പൾസീവ് ആകാം, പെട്ടെന്നുള്ള തീരുമാനങ്ങളാകാം. പക്ഷെ തലച്ചോറിൽ മാറ്റങ്ങളുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ആണ് പലപ്പോഴും ആത്മഹത്യ കളിലേക്ക് പോകുന്നത്. 2022 ഞാൻ കണ്ടിരുന്ന ഒരു ആൺകുട്ടിയാണ്. ആ സമയത്ത് ആ കുട്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അടുത്ത് കാണാൻ വന്നു. അന്ന് തന്നെ ഞാൻ ആ പേരൻസിനോട് പറഞ്ഞു, ഞാൻ ഒരു തവണ കണ്ടു, രണ്ടാമത്തെ ഞാൻ അന്ന് തന്നെ പറഞ്ഞു കുട്ടിക്ക് മരുന്ന് വേണം, കൗൺസിലിംഗും വേണം, കൗൺസിലിംഗ് ചെയ്യാം, മരുന്ന് കഴിക്കണം. അപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് നിങ്ങൾ എന്തിനു മരുന്ന് കഴിക്കണം, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കാം, മരുന്നിന് സൈഡ് എഫക്റ്റ്. മരുന്ന് കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വണ്ണം വെക്കുന്നതോ ഉറക്കം കൂടുതലോ ആയിരിക്കും. ഇഫക്റ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്, ഗുണങ്ങളാണ് നോക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ആ കുട്ടി സ്വയം, അതിന് 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ട്രോമകൾ, അതായത് എന്തെങ്കിലും ജീവിത അനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സെക്ഷൽ അതിക്രമങ്ങള്. വീട്ടിൽ പറയാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, വീട്ടിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആരോടും പറയണ്ട, ആരും അറിയണ്ട. കുട്ടികൾ അതിൽ നിന്ന് പോയി ഒരു എൻഡ് കിട്ടാൻ ഇതാണ് വഴിയെന്ന് എത്തിച്ചേരുന്ന ഇടങ്ങളുണ്ട്. ഈ മറ്റ വിശേഷങ്ങൾ കൊണ്ടാവാം, അല്ലാതെ എല്ലാ സാഹചര്യങ്ങളിലും സയൻസ് അല്ലെങ്കിൽ പറയലുകൾ, ഓർമ്മപ്പെടുത്തുകൾ ഉണ്ടാവും. എക്സാമ്പിൾ, എനിക്കൊരു റൊട്ടീൻ ഉണ്ട്, എന്നും രാവിലെ ഞാൻ നടക്കാൻ പോകും. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ നടക്കാൻ പോകുന്നില്ല രാവിലെ. അല്ലെങ്കിൽ എന്ന് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരാളായിരിക്കും, കുറച്ച് നാളായിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ഉൾവലിയൽ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം, അതായത് നിങ്ങൾക്ക് അവരെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ബിഹേവിയറൽ സിംറ്റംസിൽ ഒന്നാമത്തെ. രണ്ടാമത്തെ ബിഹേവിയറൽ സിംറ്റംസ് ഹാബിറ്റ്സ്. നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും ചെറിയ ചെറിയ മദ്യപാനം അല്ലെങ്കിൽ പുകവലിയൊക്കെ കാണും. പക്ഷെ ചില ആത്മഹത്യക്ക് തീരുമാനമെടുക്കുന്ന ആൾക്കാരിൽ ഈ പ്രവണത പെട്ടെന്ന് കൂടും. അതായത് എന്നും ആഴ്ചയിൽ ഒരിക്കലും മദ്യപിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മുതൽ എന്നും മദ്യപിക്കാൻ തുടങ്ങുക. എന്നും ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പെട്ടെന്ന് മുതൽ ഈ 1 സിഗരറ്റ് 2 ആക്കുക, 2 3 ആക്കുക. അതായത് അവരുടെ ഉള്ളിലുള്ള സബ്സ്റ്റൻസിന്റെ ഉപയോഗം കൂടുക. ഇത് രണ്ടാമത്തെ സിംറ്റംസ്. 3, അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അവർ ശ്രദ്ധിക്കാതിരിക്കുക. അതായത് എന്നും നല്ല വൃത്തിയായിട്ട് കുളിച്ചൊരുങ്ങി നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മുതൽ സ്വയം സെൽഫ് കെയർ ചെയ്യാതിരിക്കുക.
ഈ 3 ബിഹേവിയറൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് നിങ്ങൾ അവരെ ഒബ്സർവ് ചെയ്യണം. ഇതാണ് ബിഹേവിയറൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് നമ്മുടെ വെർബൽ സിംറ്റംസ്, അതായത് നമ്മുടെ സംസാരത്തിൽ, അവരുടെ സംസാരത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഒരു നെഗറ്റിവിറ്റി മാത്രം പറയാൻ തുടങ്ങുക. ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ ചുറ്റിലും എല്ലാം എന്താണ്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എല്ലാം എനിക്ക് നെഗറ്റീവായിട്ടാണല്ലോ വരുന്നത്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക, അതായത് സ്വയം കുറ്റപ്പെടുത്തുക, ഇത്തരം സിംറ്റംസ് ആണ് വെർബൽ സിംറ്റംസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് സൈക്കോളജിക്കൽ സിംറ്റംസ്, എപ്പോഴും ഫിസിയോളജിക്കൽ സിംറ്റംസ്, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്ന പോലെ പറയുക. ഭയങ്കര ഉഷാറായിരുന്നിരിക്കുന്ന ഒരാളായിരിക്കും, പെട്ടെന്ന് ഒരു ദിവസം മുതൽ ക്ഷീണം, ഒന്നിനും വയ്യാത്തൊരു ക്ഷീണം, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ മറ്റ് ശരീരവേദനകൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് പറയും. ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരാൾ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അയാളെ സൂക്ഷ്മമായിട്ടും നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെ സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എസ്പെഷ്യലി ഈ മോഡേൺ കോണ്ടെക്സ്റ്റിൽ, ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഓരോ ദിവസവും നമ്മൾ പത്രം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാം സ്ത്രീ പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനം, അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഇന്ത്യയിൽ നല്ല ശക്തമായൊരു നിയമ സംവിധാനമുണ്ട്. അതായത് സ്ത്രീധന നിരോധന നിയമമുണ്ട്, 2005 പാസാക്കിയ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും ഉണ്ട്. എന്നിട്ടും സ്ത്രീകൾക്ക് നേരിടുന്ന ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഇതിലൊക്കെ നമ്മളൊരു കാണുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അബ്യൂസേഴ്സ് എപ്പോഴും ജീവനോടിരിക്കും, അബ്യൂസ് ചെയ്യപ്പെടുന്ന ആള് ആത്മഹത്യ ചെയ്യും. അതായത് ഹസ്ബൻഡ് ആയിരിക്കും അതിൽ അബ്യൂസർ ഒരു പ്രശ്നമില്ല, ജീവനോട് ഇരുന്നിട്ട് അയാളുടെ കാര്യം നോക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന വ്യക്തി, അതും ഭൂരിഭാഗം കേസിലും ഭാര്യ ആയിരിക്കും, അവര് മരണത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ സ്വയം ആത്മഹത്യയാണ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാവും ഈ ഒരു ജെൻഡർ ഡിഫറൻസസ് അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻസ് ഈ ആത്മഹത്യയിൽ ഇത്രത്തോളം ഇൻവോൾവ് ആകുന്നത്? എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഇരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ വശത്തൊന്നും മാത്രം ആകരുത്, എല്ലാവരും ചിന്തിച്ചു നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന സംഭവം മാറി വരുന്നതാണ്. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ്, ഒരു സ്ത്രീകൾക്ക് മേധാവിത്വമുള്ള കുടുംബം പോലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അത് പക്ഷെ എത്രത്തോളം എനിക്കറിയില്ല. പക്ഷെ ഒരു പിതൃ മേധാവിത്വം എന്ന് നമ്മളിപ്പോൾ പറയുന്ന പാട്രിയാർക്കലായിട്ടുള്ള കുടുംബം എന്ന് പറയുന്നത് ഒരു അടഞ്ഞ സിസ്റ്റമാണെന്നാണ് പറയുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. ഇതിനകത്ത് ആരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിപ്പിച്ച്, നേരത്തെ ഡോക്ടർ ജാസ്മിൻ പറഞ്ഞ പോലെ നമ്മൾ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കൊച്ചുനാളിൽ മുതൽ നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കുകയാണ്. അത് ഈ ജെൻഡർ എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ അല്ലെങ്കിൽ പിന്നെ വന്നിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ ഒക്കെ ഇതിനനുസരിച്ച് ആ ജെൻഡർ ബോധം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടായി വരുന്നു, അത് പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അടഞ്ഞ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പരിധിവരെ പുരുഷന്മാർക്കും അത് ബാധകമാണ്. പക്ഷെ സ്ത്രീകൾ പലപ്പോഴും ഈ കുടുംബത്തിനകത്ത് ചെയ്യേണ്ട റോളുകളാണ്. അതിനപ്പുറത്തോട്ട് നമുക്കൊരു അതിനൊരു നേരത്തെ പറഞ്ഞല്ലോ ഒരു വില കിട്ടുന്നില്ല. അതിനൊരു എന്താ പറയുക, നമുക്കൊരു ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്ന തരത്തിൽ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഉള്ള എന്താ പറയുക സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ എങ്ങനെയാണ് അതിനകത്തുനിന്ന് പുറത്തു കിടക്കുന്നതെന്ന് ചോദിച്ചാല്, അത് നമ്മൾ പറയുമോ കുടുംബത്തിനകത്തെ പ്രശ്നം നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ? അകത്ത് എന്തെങ്കിലും പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കല്യാണം നടത്തുന്നത് തന്നെ ഭയങ്കരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളത് ഓരോ വർഷം കഴിയുന്നതും കൂടി വരികയാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാമ്പത്തികം മാത്രവുമല്ല, നമ്മുടെ എല്ലാ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റും അതിനകത്ത് വെച്ചേക്കുന്നത്. ആണുങ്ങൾ എന്താ വിചാരിക്കുന്നത്, എനിക്ക് എല്ലാ കെയറും ഈ ഭാര്യ വന്നിട്ട് തരണം എന്ന് വിചാരിക്കും. പെണ്ണുങ്ങൾ എന്താ വിചാരിക്കുന്നത്, വേറൊരു തരത്തിലുള്ള എല്ലാ കെയറും എനിക്ക് അതിനകത്തുനിന്ന് കിട്ടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു പ്രസ്റ്റീജ്, അന്തസ്, ഇമേജ്.
ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഈ ആത്മഹത്യയായിട്ട് ഈ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുമായിട്ട് പോലും കേട്ടിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോൾ അല്ലെ സിനിമകളിലുമൊക്കെ നമ്മൾ തറവാട്ടി പിറന്നവരാണ്. നമ്മുടെ തറവാട് കുടുംബം ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിന് ഇങ്ങനെ പറയുന്നതിന് നമുക്കൊരു മടിയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ തറവാട്, എന്താണ് നമ്മുടെ തറവാട്ട് മഹിമ എന്ന് പറയുമ്പോൾ എന്താണ്, ബാക്കിയുള്ളവർക്കൊന്നും ഇതില്ലേ? നമ്മുടെ തറവാട്ട് മഹിമ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് എന്നുള്ളത്. അതിനകത്താണ് നമ്മുടെ അഭിമാനം മുഴുവനും നമ്മൾ പുരുഷന്മാരും ഒരു പല പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിപ്പോൾ ചെയ്തു വരുന്നു. അതാണ് ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത്. 30 കൊല്ലത്ത് മുമ്പുള്ള കേരളത്തിൽ ഇപ്പോൾ പുരുഷന്മാരെ കൂടുതൽ ചെയ്യുന്ന കുട്ടികളെ കൊന്നുകൊണ്ടുള്ളത് വരുന്നു. എന്താണ് പുരുഷന്മാർക്ക് പറ്റുന്നത്? അവിടെ ഈ വിചാരിക്കുന്ന അത്രയും ഇമോഷണൽ സ്കില്ല് ഇല്ല. നമ്മളെപ്പോഴും പറയുന്ന സ്ത്രീകൾ ഭയങ്കര വൈകാരികമാണ്, സ്ത്രീകൾക്ക് കരച്ചിലും പിഴിച്ചിലും എന്താണ് പറയാ ഇമോഷൻസ് താങ്ങാൻ പറ്റില്ല. പക്ഷെ പുരുഷന്മാർക്ക് എത്രത്തോളം ഇമോഷണൽ സ്കില്ല് ഉണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഈ കുടുംബത്തിന് പുറത്ത്, കുടുംബത്തിനകത്ത് നമ്മൾ എത്രത്തോളം നമ്മുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ ശ്രമിച്ചു വരുന്ന അല്ലെങ്കിൽ ഡിപ്രഷനായി വരുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണ എന്നോട് ആർക്കും സ്നേഹമില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സ്നേഹമില്ല എന്നാണ് അവർ പറയാ. ഇപ്പൊ ഭാര്യമാരാണെങ്കിൽ അവർ പറയും ഞാൻ ഭർത്താവിന് സ്നേഹമില്ല, എൻ്റെ വീട്ടുകാരെന്നെ നോക്കുന്നില്ല എന്നുള്ളതായിരിക്കും അവർ പറയണത്. പുരുഷന്മാർ പറയുന്നത് എന്താണ്, അവൾക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അവൾ കുട്ടികളോട് ഭയങ്കര ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിനകത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ കിടക്കുന്നത്. കുടുംബത്തിനകത്ത് തന്നെ കുറെ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പം നമ്മൾ എവിടെയാണ് പുറത്ത് പോയിട്ട് നമ്മുടെ ഈ ഇമോഷൻസിനെ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് എവിടെയാണ്? അതിന് നമ്മൾ ഈ ജെൻഡർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ ലോകം വളരെ പരിമിതമാണ്. അവർ വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ പോയിരിക്കണം. അവർക്ക് പിന്നെ ഫ്രണ്ട്സിനോട് അധികം ഇടപെടാനുള്ള സമയമില്ലായിരിക്കാം. പക്ഷെ പുരുഷന്മാർ സാധാരണ നമ്മൾ ഹോമോ സോഷ്യാലിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നോ? എന്താണ് ഈ ഹോമോ സോഷ്യാലിറ്റി? ഹോമോ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അല്ലെ പെണ്ണുങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണ്. ഹോമോ സോഷ്യാലിറ്റി എന്താണ്? ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഇവിടെ അല്ലാത്ത ദിവസങ്ങളിൽ മീറ്റിംഗ് ഇല്ലാത്ത ദിവസം വന്ന് നോക്കിയാൽ ഇവിടെ ആണുങ്ങൾ മാത്രമായിരിക്കും ഇരിക്കുന്നത് അല്ലെ. പുറത്ത് അല്ലെങ്കിൽ ചായക്കടകളിൽ പോയി ഇരിക്കുന്നത്, സാധാരണ നാട്ടിൻപുറത്തെ ചായക്കടകളിൽ പോയിരിക്കുന്ന ഒരു സോഷ്യാലിറ്റി ഉണ്ട്. ആണുങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട്, അല്ലെ കള്ള് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. മദ്യം കഴിക്കുന്ന ഒരുമിച്ച് പുരുഷന്മാരാണ്. പക്ഷെ ഈ സ്വകാര്യമായ കാര്യങ്ങൾ അല്ലെ കുടുംബത്തിനകത്തെ വിഷമങ്ങൾ പറയുന്നുണ്ടോ, പങ്കുവയ്ക്കുന്നുണ്ടോ ആരെങ്കിലുമായിട്ട്? പുരുഷന്മാർ പങ്കുവയ്ക്കുന്നുണ്ടോ, സ്ത്രീകൾ പങ്കുവയ്ക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ ആത്മഹത്യ തടയുന്നതിന് പറയുന്ന ഏറ്റവും ഒരൊറ്റമൂലി പോലെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ആണുങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടാവും, പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ പെണ്ണുങ്ങൾക്ക് കുറെ പരിമിതികളുണ്ട്, ആണുങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യമുണ്ട്. പക്ഷെ സ്വന്തം എന്താ പറയുക വൈകാരിക പ്രശ്നങ്ങൾ തുറന്നു പറയുന്നുണ്ടോ? നേരത്തെ മനു പറഞ്ഞ മറ്റേ ഹിന്റ് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഇത് പ്രധാനമാണ്. ഡോക്ടർ മനു പറഞ്ഞ ആ ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് തുറന്ന് ചോദിക്കാൻ പറ്റുമോ? ആർക്കാണ് തുറന്ന് ചോദിക്കാൻ പറ്റുന്നത്? പലപ്പോഴും അത് തന്നെ ഒരു കുറ്റമായിട്ട് വേണമെങ്കിൽ വരും. പിന്നെ എന്നോട് അങ്ങനെ ചോദിച്ചു, അതും ഒരു കുറ്റമായിട്ട് വരാം. അതാണെങ്കിൽ സുഹൃത്തുക്കൾക്കാണ് കുറച്ചുകൂടെ ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റുന്നത്. സുഹൃത്താണെങ്കിൽ ചോദിക്കണം എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവർ ചെയ്യില്ല. ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പറയുന്നവർ പറയുള്ളൂ, അവർ ചെയ്യില്ല എന്നാണ്. പ്രത്യേകിച്ച് വീട്ടിലുള്ളവർ വിചാരിക്കുന്നവർ ഇതിനെയൊക്കെ പറയും, പക്ഷെ ചെയ്യില്ല. പക്ഷെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയും. ഈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ചോദിച്ചാൽ മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം അവർ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സൂചന തന്നിരുന്നു എന്നുള്ളത്. പക്ഷെ അതിനകത്ത് ഇടപെടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരിക്കലും ഇതിൽ കൗൺസിലിങ്ങിൽ വരുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആൾക്കാർ തമ്മിലാണ് ഈ പ്രശ്നമുള്ളത്. അവര് ഉള്ളില് ഭയങ്കരമായി സ്നേഹിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ ഭയങ്കര സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഭയങ്കര സ്നേഹിക്കുന്നു. സ്നേഹം കൊണ്ടുള്ള പൊസസീവ്നെസ് ആണ്. സിനിമയിലൊക്കെ അങ്ങനെ കാണുമല്ലോ, അത് സീരിയലിലും ഒക്കെ പറയുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്റെ ഇത്രയും വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഇതാക്കുന്നത് സ്നേഹം കൊണ്ടാണെന്ന് പറയുന്നത്. അവിടെ ഈ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് ഉള്ളതാണ്. അപ്പം ഈ ജെൻഡർ ഡിഫറൻസിൽ ഈ പിന്നെ സ്ത്രീകൾ എന്തൊക്കെ പണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല സ്ത്രീകൾ.
അവിടെ ഈ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ അവരുടെ മെന്റലി കുറച്ച് ആരോഗ്യം കുറവാണെങ്കിൽ അവർ സൂയിസൈഡിലേക്ക് പോകും. ആണുങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് ഉണ്ടല്ലോ, അവരും പോവുകയാണ്. അവർക്ക് പറ്റുന്നില്ല, അതിനുള്ള സ്കില്ലില്ല. അപ്പൊ ഭാവിയിൽ എന്ത് പറ്റും? എന്തുകൊണ്ടാണ് ഈ ചർച്ചയൊക്കെ ഇപ്പൊ ഏറ്റവും പ്രധാനമാകുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾ കൂടുതലായി ജോലിക്ക് പോകാൻ ഇപ്പോൾ തയ്യാറായി വരികയാണ്. പഴയ പോലെയല്ല. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇല്ലെന്ന് പറഞ്ഞു, യങ്സ്റ്റേഴ്സ് ഒന്നും അധികം വന്നിരിക്കുന്നുമില്ല. അവർക്കറിയാൻ ചെയ്യണമെന്നത് എനിക്ക് തോന്നുന്നത്. അവരോട് ചോദിച്ച കോളേജിൽ പെൺകുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണമൊന്നും വേണ്ട, ഇപ്പം ഞങ്ങൾക്ക് ജോലിയാണ് വേണ്ടത്, ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യും. ആൺകുട്ടികൾ വളർന്ന് അവർ കണ്ടുപഠിക്കുന്നത് നമ്മുടെ നേരത്തെയുള്ള ഫാമിലി സെറ്റിങ്ങിലുള്ള ജെൻഡർ റോളുകളാണ് അവർ കണ്ടുപഠിക്കുന്നത്. നമ്മളിങ്ങനെ ഇരുന്നാൽ മതി, ഭാര്യ ചായ ഇട്ടുകൊണ്ട് വരും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ അടുത്ത ജനറേഷനിലുള്ള പെൺകുട്ടികൾ അത് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ വീണ്ടും ഈ കോൺഫ്ലിക്റ്റുകളും വയലൻസും എല്ലാം കൂടും. അപ്പം ഇതിനെന്താണ് സൊല്യൂഷൻ ചോദിച്ചാൽ നമ്മുടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം പുറത്ത്. അത് ഈ അടഞ്ഞ കുടുംബം എന്ന് ഞാൻ പറഞ്ഞല്ലോ, കുടുംബം അങ്ങനെ അടഞ്ഞു വെച്ചിരുന്ന പറ്റത്തില്ല. നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്നു, പുറത്ത് പോയി ജോലി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. നമുക്ക് നല്ല സുഹൃത്തുക്കൾ പുറത്തുണ്ടായാൽ എന്താണ് കുഴപ്പം? അപ്പൊ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. അവർ പറയുന്നത് ഈ അങ്ങനെ എന്തിനാണ് അവനോട് കൂടുതലും കൂട്ടുകൂടാൻ പോകുന്നത്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വേണ്ട, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പലരും പറയില്ല, അവസാനം വരെ ശ്വാസം മുട്ടി ജീവിച്ചാൽ പോലും ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പോലും ഒന്നും തുറന്ന് പറയില്ല. ഇപ്പൊ പിന്നെ കൗൺസിലിംഗ് കൂടുതൽ ഉണ്ട്, കൗൺസിലിംഗ് സെന്ററുകൾ കൂടുതലുണ്ട്, പണ്ടത്തേക്കാൾ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കാൻ പോലും ആളുകൾക്ക് മടിയാണ്. കൗൺസിലർമാരോട് കുറേയൊക്കെ ഇപ്പോൾ തുറന്നു പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതുവരെ നമുക്കിത് പറയാനൊന്നും ഒരാളും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പഴയ രീതിയിലുള്ള കുടുംബങ്ങളെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും. നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആരോടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് കേൾക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടോ? ഈ ഫാമിലിയിലുള്ള ആൾക്കാർ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട് ആൾക്കാരെ. അപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റിഗ്മ അനുഭവിക്കുന്ന വിഭാഗമാണ് അവർ. ബട്ട് അതും നമ്മുടെ കുടുംബത്തിൽ ഉൾക്കൊള്ളുന്നത്. പിന്നെ ആത്മഹത്യ ചെയ്യുന്നവര് പിന്നെ കുടുംബത്തിലുള്ളവരാണ്. എന്തുകൊണ്ടാണ് നമ്മളെ കുഞ്ഞുങ്ങളെ കൂടി കൊല്ലുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ വീണ്ടും പൊസഷനാണ്. ഞാനില്ലെങ്കിൽ, അച്ഛനായിക്കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ, ഞാനില്ലെങ്കിൽ പിന്നെ ഈ കുട്ടികൾക്കായിരുന്നില്ല. നമ്മുടെ സ്വത്തൊന്നുമില്ല കുട്ടികൾ, നമ്മുടെ സ്വകാര്യ സ്വത്തല്ല കുട്ടികൾ എല്ലാവരുടെയും കൂടിയാണ്. പല ഉത്തരവാദിത്വവും ഉണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ നേരെ നടക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ കുട്ടികളും പൊതുസ്വത്താണ്. പിന്നെ എനിക്ക് അഡ്വക്കേറ്റിനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് സാർ. എനിക്കൊരു ചോദ്യം അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. ഈ ആത്മഹത്യാ പ്രേരണ നമ്മൾ പറയുമ്പോൾ ഈ പലപ്പോഴും പ്രേരണ വരുന്നത്, അല്ലെങ്കിൽ പ്രേരണ കുറ്റമായിട്ട് കാണുന്ന ഏറ്റവും അടുത്തുള്ള ആളുകളെയാണ് അല്ലെ? അവരാണ് പ്രേരണ. അപ്പൊ അതിനുള്ള ഇപ്പൊ പല കേസുകളും നമുക്ക് തെളിവില്ലാതെ പോവാണ്. പലതിനും തെളിവില്ല. ആത്മഹത്യയല്ലേ പറയണം, ഒന്നിനും തെളിവില്ല. പക്ഷെ പല കേസുകളിലും നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടെന്ന് അത് കുറ്റമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അത് FIR ഇടുകയും അവർ കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് തെളിവുകളെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിയേണ്ടത്. എങ്ങനെയാണ് ചിലപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും ഇതുപോലെയുള്ള ആത്മഹത്യകൾ വരുമ്പോൾ അതിന് അധ്യാപകരാണ് കാരണം, അല്ലെങ്കിൽ കൂട്ടുകാരാണ് കാരണം എന്നുള്ള തരത്തിൽ വരാം. ഫാമിലിയിലാണെങ്കിൽ പിന്നെ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ ഇൻലോസോ ഒക്കെ ആണെന്ന് വരാം. അപ്പൊ അതിന് നമ്മൾ ഈ പ്രേരണാ കുറ്റം വലിയ കുറ്റമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ശിക്ഷയും. അപ്പൊ അതെങ്ങനെയാണ് അത് തെളിയിക്കപ്പെടുന്നത്? നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം, നമ്മൾ ഈ അമ്മാതെന്ന് പുറപ്പെട്ടു മറ്റേടത്ത് എത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടർ ജയശ്രീ പറഞ്ഞു വെച്ച് കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോ പഴയതുപോലെ അത്രത്തോളം അടഞ്ഞ സൊസൈറ്റിയാണോ എന്ന് ചോദിച്ചാലല്ല. നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ പാർക്കുകളിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മൾ പോലും പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് പഴയ ഒരു 10-30 കൊല്ലം മുമ്പ് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അന്ന് പോലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ക്യാമ്പസിൽ ഇടപെടുക എന്ന് പറയുന്നത് നിഷിദ്ധമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോയി നോക്കും, നമ്മുടെ മക്കളുടെ ക്യാമ്പസുകളിലേക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും തോളത്ത് കൈയിട്ട് നടക്കുന്നു. ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടി പിന്നെ തലവെച്ചെടുക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മടിയിൽ. നമുക്കന്നേരം വേറെ കണ്ണാണ്. ഇതെല്ലാം പോക്കിനിട്ടു. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഈ ജെൻസി
ഇതൊക്കെ മഹാ പോക്കന്നെ എന്നാണ് നമ്മുടെ ബോധം നയിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നല്ല ആഴത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ട്. ദുരുപയോഗം വളരെ റയറായിട്ടുണ്ടാകാം, ഇല്ല എന്നുള്ളതാണ്. ആണും പെണ്ണും ഒക്കെ പുറത്തിറങ്ങിക്കൊണ്ടുള്ള സമൂഹമായിട്ട് നമ്മൾ മാറുന്നത്. ഇപ്പോൾ ഈ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ഇത് എല്ലാ ഹോട്ടലുകളിലും തിരക്കില്ല. ഏത് റെസ്റ്റോറൻറ്റിലാണ് തിരക്കില്ലാത്തത് എന്ന് പറ. ഈ പയ്യന്നൂർ തന്നെ എടുത്തു നോക്ക്, ആളുകൾ ക്യൂ നോക്കുകയല്ലേ റെസ്റ്റോറൻറ്റിൽ. കുടുംബസമേതം വന്ന് നല്ലതുപോലെ അടിച്ചു പിടിക്കുകയാണ്. തട്ടുകടകളിൽ പഴയതുപോലെ പുരുഷന്മാർ മാത്രമൊന്നുമല്ല വരികയാണ്. പക്ഷെ അപ്പോഴും ഡോക്ടർ ജയശ്രീ പറഞ്ഞ ഈ തറവാടിത്തത്തിന്റെ ഒരു ബാലൻസ് കിടക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ ആത്മാഭിമാനമല്ല. നമ്മൾ തമിഴ്നാട്ടിലെ ഈ ജാതിമാറി കല്യാണത്തിന്റെ ദുരഭിമാന കൊല എന്ന് പറയുന്നില്ലേ, ഇവിടെയും പ്രശ്നം ദുരഭിമാനമാണ്, ആത്മാഭിമാനമല്ല. നമ്മളെ അത് വല്ലാതെ ഇങ്ങനെ ഹാങ് ചെയ്യുകയാണ്. അത് എങ്ങനെ മറികടക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു വലിയ നമ്മുടെ വലിയ സാമൂഹിക ഘടനയിൽ ഉണ്ടായ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ ഇങ്ങനെ നിയന്ത്രണങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു, കുറെ നമുക്കൊരു ഫ്രീ സൊസൈറ്റി ആവുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നത്തിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ആത്മഹത്യകൾ കൂടുന്നതിന് കാരണമായിട്ട് മാറുന്നു. ഈ ഞാൻ നേരത്തെ പരാമർശിച്ച പയ്യന്നൂരിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടത്തേക്കുള്ള ബസ് യാത്രക്കിടയിൽ നടന്ന, അവര് നാട്ടുകാരല്ല, കോഴിക്കോടുകാരാണ് രണ്ടുപേരും. ഒരു യുവതി ഒരു വീഡിയോ ഇടുന്നു, എന്നെ ഇയാൾ ബസ്സിൽ വെച്ച്. ഇപ്പൊ രണ്ടുപേരും നോക്കുമ്പോൾ ഈ വീഡിയോ ഇട്ട യുവതി നല്ല PG ഹോൾഡറാണ്, അവർ പൊതുപ്രവർത്തകയാണ്, ജനപ്രതിനിധിയായിരുന്നു. അവര് ആരോപണം ഉന്നയിച്ച ചെറുപ്പക്കാരൻ, അയാളും സമൂഹത്തിൽ നല്ല ജീവിതം നയിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു വീഡിയോ ഇവർ ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ ബസ്സിൽ അവർക്ക് മോശമായ പെരുമാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ ശക്തമായ നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ തന്നെ, കാരണം ബസ് അവിടെ വന്നിറങ്ങുമ്പോൾ അവിടെ പോലീസ് പോസ്റ്റ് ഉണ്ട്, 8 പോസ്റ്റ് ഉണ്ട് ബസ് സ്റ്റാൻഡ്. അവർക്ക് ഉടനെ പോയിട്ട് പറയാം, ഇയാൾ എന്നെ ബസ്സിൽ നിന്ന് ദ്രോഹിച്ചിരിക്കും. ചെയ്തിട്ടില്ല. അവര് പോലീസിൽ ഒരു കംപ്ലൈന്റും കൊടുത്തില്ല. അവര് ചെയ്തത് ഈ ബസ്സിൽ ഉണ്ടായി എന്ന് പറയുന്ന സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ വന്നാൽ മറ്റയാൾ പോയിട്ട് അപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അയാൾ കുറെ കാലമായിട്ട് 10-44 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് നിയമത്തെ അറിയാം. അപ്പൊ തെറ്റായ ഒരു വീഡിയോ ആണ്, അപകീർത്തികരമായ ഒരു വീഡിയോ ആണ് പ്രചരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അയാൾക്ക് നിയമ നടപടിയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീരെ ചെറുപ്പക്കാരല്ല, ഒരു രണ്ടുപേരും 40 വയസ്സ് ശരാശരിയുള്ള സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ സാമാന്യമായിട്ടുള്ള ഒരു സാക്ഷരതയുള്ളവനാണ്. പക്ഷെ എന്നിട്ടും സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ മുന്നിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമല്ല. ഈ ആത്മഹത്യ ചെയ്തയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ദുരഭിമാനത്തിന്റെ പ്രശ്നം. ഞാൻ ഇനി എങ്ങനെ കുടുംബത്തെ നോക്കും, ഞാൻ എങ്ങനെ ഇനി സമൂഹത്തെ കാണും എന്നൊക്കെ പറയുന്ന ഒരു വലിയ നിലയിലുള്ള പ്രശ്നമായിട്ട് വരികയാണ്. അവിടെയാണ് നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങളെ കാണേണ്ടത്. വലിയ നിലയിലുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ മാനസിക ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടി കഴിയണം. ഒരു പക്ഷേ നമ്മുടെ പാരലായിട്ട് തന്നെ ഇപ്പൊ നടക്കുന്ന സ്കൂളുകളിലെ ധാരാളം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നായിട്ട് ഈ നമുക്ക് എങ്ങനെ അതിശക്തമായ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. പലതിനു വേണ്ടിയിട്ട് ഇപ്പോ ശുചിത്വ ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിലൂടെ ഇപ്പോ നടക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പഴയ ആളുകൾ ഇപ്പോ മിഠായി തിന്നാൽ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് തിന്നാൽ പേപ്പർ അതിന്റെ വേസ്റ്റ് പൊതുസ്ഥലത്തിടും. എന്നാൽ നിങ്ങൾ ഏറ്റവും പുതിയ ഈ ജൻസി എന്ന് പറയുന്ന കുട്ടികളെ നോക്കൂ, അവരിടുന്നില്ല. അവരൊന്നുകിൽ അത് ബാഗുകളിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ കാരണം പുതിയ സ്കൂളുകളിലൂടെ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു തലമുറയെ നമുക്ക് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. വലിയ സാമൂഹ്യ മാറ്റത്തിനുള്ള ഒരു ചാലക ശക്തിയായിട്ട് മാറാൻ വേണ്ടി കഴിയണം. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ നിയമവും സംവിധാനങ്ങളെയും കാണുന്നത്. കാരണം നിയമം കൊണ്ട് മാത്രം ഞാൻ സ്ത്രീധനം ഉദാഹരിക്കാൻ വേണ്ടി കാരണം അതാണ്. ഏതാണ്ട് 50-60 വർഷം മുമ്പ് സ്ത്രീധന നിരോധന നിയമം വന്നു.
നമുക്കത് കാര്യമായിട്ട് നടത്താൻ വേണ്ടി കഴിയുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരുപക്ഷെ വേണമെങ്കിൽ ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലൊക്കെ സ്ത്രീധനം എന്ന് പറയുന്ന ഏർപ്പാട് ഏറെക്കുറെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ തോതും സംഖ്യയൊക്കെ വർദ്ധിച്ചു വരുന്നത് ഹൈ മിഡിൽ ക്ലാസ്സിലോ അതുപോലുള്ള അപ്പർ ക്ലാസ് ഫാമിലികളിലേക്ക് കൂടുതൽ പോവുകയാണ്. അതുകൊണ്ട് ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകളുടെ ഒരു നിരക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പർ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞൊരു 30 വർഷം എടുത്തു കഴിഞ്ഞാൽ അത് ലോ ഇൻകം അല്ലെങ്കിൽ ലോ മിഡിൽ ക്ലാസ് ഫാമിലികളിൽ നിന്ന് താരതമ്യേന കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലുള്ള ധാരാളം മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടതും ഇങ്ങനെ എല്ലാം സൂക്ഷ്മമായിട്ട് പറയുകയല്ല, ഓരോന്നിന്റെയും കാറ്റഗറൈസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു പൊതു പ്രവണത അങ്ങനെയായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ ഒരു കാലമൊക്കെ എടുത്തു കഴിഞ്ഞ് തീവണ്ടി ഇതിലൂടെ ഓടാൻ തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ്. കോഴിക്കോട് നിന്നും മംഗലാപുരത്തേക്കുള്ള തീവണ്ടി. ആദ്യത്തെ 10-20 വർഷമൊന്നും തീവണ്ടിക്ക് മുന്നിൽ ആരും മരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 40കളിലേക്ക് എത്തുമ്പോൾ മാതൃഭൂമിയാണ് അന്ന് നമ്മുടെ നാട്ടിലെ പത്രം. 40കളിലേക്ക് എത്തുമ്പോൾ മാതൃഭൂമിയിൽ മാസത്തിൽ ഒരു മരണമെങ്കിലും തീവണ്ടിക്ക് മുന്നിൽ ചാടി നടക്കുന്ന വാർത്തകൾ കാണാൻ വേണ്ടി കഴിയും. 40കളിലെ 50കളിലെ മാതൃഭൂമി എടുത്തു നോക്കിയാൽ ഈ കോഴിക്കോടിനും മംഗലാപുരത്തിനും ഇടയിൽ തീവണ്ടിക്ക് ചാടി മരിക്കുന്ന അതൊരു വലിയ വാർത്തയാണ്. അതുകൊണ്ട് മാതൃഭൂമിയിൽ അത് വലിയ പ്രാധാന്യത്തിൽ വരുന്നുണ്ട്. അന്ന് ഈ തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുന്ന ആളുകളുടെ വാർത്ത. അപ്പൊ അന്ന് തന്നെ അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ അവരുടെ ഈ മരിച്ച ആളെ കുറിച്ചുള്ള വ്യക്തിഗത സൂചനകൾ അതിലുണ്ടല്ലോ ഈ വാർത്തയിൽ. അത് മുഴുവൻ അന്നത്തെ സാമൂഹിക ക്രമത്തിലെ കീഴാള സമൂഹത്തിൽ നിന്നുള്ളവരാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിൽ സംവിധാനങ്ങളിലോ തൊഴിൽ ഘടനയിലോ ഒക്കെ ഉള്ള ആളുകളാണ്, ആ നിസ്വർഗത്തിലുള്ളവരാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ മരണത്തിന്റെ ആത്മഹത്യയുടെ വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നിസ്വവർഗത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ ഭദ്രമാണ്, സാമൂഹിക ഘടനയിലെ നേരത്തെ പറഞ്ഞ തറവാടിത്തം എന്നുള്ളതിന് ഇപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് എന്നാണല്ലോ പറയുന്നത്. ആ ഘടനയിൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവരാണ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിലെ ആത്മഹത്യകളും സാമാന്യം ഗണനീയമായൊരു നിരക്കിൽ തന്നെ കേരള സമൂഹത്തിലുണ്ട്. ഈ സാമ്പത്തിക ക്ലേശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്ന ഈ സമൂഹത്തിലെ പിന്നണിയിൽ കിടക്കില്ലെന്ന് മാത്രമല്ല, നേരത്തെ അങ്ങനെയായിരുന്നു കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്. എങ്ങനെയാണ് ഈ മാറ്റങ്ങളുടെ എല്ലാം കൗൺസിലിംഗ് എന്നെല്ലാം പറയുന്നതിൽ തന്നെ എന്തുകൊണ്ട് ഇടക്ക് ഈ നിസ്വവർഗത്തിന്റെ ആത്മഹത്യാ നിരക്ക് കുറഞ്ഞു വന്നു? ഒരു 60കളിലേക്ക് എത്തുമ്പോഴൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കാരണം അപ്പോഴത്തേക്കും ഈ നിസ്വവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകാൻ തുടങ്ങി. നമ്മുടെ ഭൂപരിഷ്കരണ നിയമവും കാര്യങ്ങളൊക്കെ വന്ന് സ്വന്തമായിട്ടൊരു ഇടം അവർക്ക് കിട്ടി. അത്തരം വീടുകൾ ഉണ്ടായപ്പോൾ സംഭവിച്ചത് എന്താ? ഈ അത്തരം നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉച്ചയിൽ വരെയുള്ള വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീട്ടിലെ സ്ത്രീകൾ മുഴുവൻ അടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിന്റെ അടുക്കളപ്പുറത്തോ വരാന്തയിലോ ഒക്കെ കൂടിയിരിക്കും. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് ഈ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇവരെല്ലാം കൂടിയിരിക്കും. അവിടെ നടക്കുന്നത് എന്താ? ലോക വാർത്തകളൊന്നുമല്ല, ആ നാട്ടിലെ BBC എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുണ്ടായ ചിലപ്പോൾ ചില അഗമ്യ ഗമനത്തിന്റെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ചെക്കൻ്റെ കൂടെ പോയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഈ നാട്ടിലെ ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് കുടുംബങ്ങളിലേക്ക് എത്തും. നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ അവരുടെ കുടുംബങ്ങളിലെ പ്രയാസങ്ങൾ, വ്യക്തിപരമായ പ്രതിസന്ധികൾ, ഇതൊക്കെ ആ കൂട്ടായ്മയിൽ ചർച്ച ചെയ്തു പോയി. അപ്പൊ ഒരു ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ നമ്മുടെ നാട്ടും പുറത്തെ ഒരു 20ഓ 15ഓ ഒക്കെ സ്ത്രീകൾ അവർ അടുത്തടുത്തുള്ളവർ പഴയ രൂപത്തിൽ ഒരുമിച്ചിരുന്ന് അവരുടെ ഈ ആ ആഴ്ചത്തെ തൃഷ്ടിവെക്കലും കാര്യങ്ങളും നടക്കും. പക്ഷെ കുറച്ചു സമയം ഒരു 1-2 മണിക്കൂർ അവരിരുന്ന് നാട്ടുകാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ കുടുംബശ്രീ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റൈലിലേക്ക് മാറിയപ്പോ അപ്പൊ എന്തായി? എല്ലാം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഇവരുടെ ഈ ആഴ്ചയിൽ കൂടുന്ന അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കും. ആ കൂടിയിരിപ്പില്ല. കുടുംബശ്രീയിൽ തന്നെ ആ കൂടിയിരിപ്പ് പോയി. അപ്പൊ വീണ്ടും നമ്മൾ ഈ അവനവന്റെ ചുരുങ്ങിയ ലോകത്തേക്കായിട്ട് മാറുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംഗതികൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പരിവർത്തനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ വരേണ്ടതുണ്ട്.
ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ മാഡം ഉന്നയിച്ച ഈ തെളിവുകളുടെ പ്രശ്നം വരുന്നത്. അപൂർവം ചില കേസുകളിൽ മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എഴുതി വെക്കുന്നത്, ആത്മഹത്യാ കുറിപ്പുകൾ കണ്ടെത്തണം. ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയാൽ പിന്നെ വേറെ തെളിവിന്റെ ആവശ്യമില്ല, അത് തന്നെ സോളിഡ് പ്രൂഫായിട്ട് എടുക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു റിട്ടയേർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ, ഒരു 10-14 വയസ്സുള്ള ഒരാളും ഒരു സ്ത്രീയും അവരുടെ 34 വയസ്സുള്ള മകളും ആത്മഹത്യ ചെയ്തു. അതിലെ പ്രതിയായിട്ടുള്ള ഭർത്താവിനെ ഇന്നലെ ബോംബെയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതിൽ തെളിവെന്ന് പറയുന്നത് അവർ കത്തെഴുതി വെച്ചിട്ടുണ്ട്, രണ്ടുപേരും കത്തെഴുതി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള തെളിവായിട്ട് മാറുകയാണ്. മറ്റേതിലെന്താണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ പയ്യന്നൂരിലെ ഈ നടന്ന സംഭവത്തിന്റെ പേരിൽ കോഴിക്കോടുകാരനായ ദീപക് ആത്മഹത്യ ചെയ്തതിൽ അയാളുടെ മരണമൊഴിയോ അല്ലെങ്കിൽ അയാളുടെ ആത്മഹത്യാ കുറിപ്പൊന്നുമില്ല, എന്നാൽ ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സമൂഹം ചർച്ച ചെയ്യുകയാണ്. കുടുംബം ഈ ആത്മഹത്യയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തെളിവായിട്ട് വരികയാണ്. അങ്ങനെയുള്ള തെളിവുകൾ കണ്ടെത്തുക. എന്നാൽ മഹാഭൂരിപക്ഷം പ്രത്യേകിച്ച് ഈ കൗമാരക്കാരുടെ മരണകാരണങ്ങളിലാണ് നമുക്ക് അങ്ങനെ ഒരു സോളിഡ് പ്രൂഫ് കിട്ടാത്തത്. അത് പലപ്പോഴും ഈ പ്രണയ നൈരാശ്യത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ ടീനേജിന്റെ ഭാഗമായിട്ടുള്ള ചില ദൗർബല്യങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളോ, അത് നേരത്തെ പറഞ്ഞ കുടുംബത്തിന്റെ ഈ അഭിമാന പ്രശ്നം ഉയർന്നു വരുമ്പോൾ കാണുന്നത്. അവിടെ നമുക്ക് ഈ കൂട്ടുകാർ കൊടുക്കുന്ന മൊഴികൾ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ചില സൂചനകൾ, ഈ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പെരുമാറ്റത്തിൽ കുറച്ചു കാലങ്ങളായിട്ടുണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ രക്ഷിതാക്കൾ പറയുന്നതോ അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നതോ ഒക്കെ വെച്ചിട്ടാണ് അതിൽ തെളിവുകളിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. പലപ്പോഴും അത്തരം കേസുകൾ മഹാഭൂരിപക്ഷവും ശിക്ഷിക്കപ്പെടാതെ പോവുകയാണ്. കാരണം അതിനൊരു ആ സമയത്ത് കേരളത്തിൽ ഇത്തരം വിഷയങ്ങളെല്ലാം കേസായി മാറുന്നത് തന്നെ നമ്മുടെ മീഡിയയിലെ ഈ സെൻസേഷനലിസം കൊണ്ടാണ്, അല്ലാതെ സെൻസ് കൊണ്ടല്ല. ഇതൊക്കെ ഇങ്ങനെ ഉപരിപ്ലവമായി അതിവൈകാരികമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രശ്നം കൊണ്ട് കേസായി മാറുന്നു എന്നല്ലാതെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു തൃശ്ശൂരിലോ പാലക്കാട് ഒരു വേദവ്യാസ സ്കൂളിൽ ഒരു +2 വിദ്യാർത്ഥിനി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതിനകത്തിപ്പോൾ തെളിവുകളില്ല. പക്ഷെ സമൂഹത്തിൽ അതൊരു വലിയ മീഡിയ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സെൻസേഷണൽ വിഷയമായിട്ട് കിടക്കുന്നതുകൊണ്ട് പോലീസ് FIR ഇട്ട് ഇപ്പൊ പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. കൂട്ടുകാരുടെയൊക്കെ മൊഴികൾ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പക്ഷെ കോടതിയിൽ വിചാരണയ്ക്ക് ഇത് വരിക ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും ഈ കുട്ടികൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് വേറെ ലോകത്തെത്തിയിട്ടുണ്ടാകും, മറ്റുള്ളവരുടെ പ്രേരണയുണ്ടാകും. അപ്പൊ ഇപ്പൊ കൊടുത്ത മൊഴിയായിരിക്കില്ല കോടതിയിൽ വിചാരണ സമയത്ത് അവര് നൽകാൻ വേണ്ടി പോകുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇപ്പം നിമൻസിൽ വന്നാലും നമുക്ക് MLC കേസുകൾ വരുമ്പോഴത്തേക്കും എസ്പെഷ്യലി വിമൻസ്, ഫീമെയിലിനെ സംബന്ധിച്ച് ആത്മഹത്യ പ്രേരണ കുറ്റം നമുക്ക് ചിലപ്പോൾ തെളിയിക്കാൻ പറ്റാതെ വരും. അതിനൊരു പ്രധാന പ്രശ്നം, നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം വ്യത്യസ്ത തലത്തിലായിരിക്കും. ഒന്നുകിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു പുലി വരികയാണ്, അപ്പം ചിലപ്പോൾ മാം ആ പുലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും, അതായത് പുലിയോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മാമിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒളിച്ചോടാനായിരിക്കും ശ്രമിക്കുന്നത്, ഞാൻ ചിലപ്പോൾ ഫ്രീസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ വ്യത്യസ്ത തരം റെസ്പോൺസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ചിലപ്പം തെളിവുകൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം അവശേഷിപ്പിക്കാനോ സാധിച്ചെന്ന് വരില്ല. സോ നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മൾ ഇമ്പൾസീവായിട്ട് സെൽഫ് ഹാം അല്ലെങ്കിൽ നമ്മൾ സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരം കേസുകളിലാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു പ്രേരണാകുറ്റം നമുക്ക് ചിലപ്പോൾ കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ പറ്റാതെ വന്നിട്ടുള്ളത്. ഈവൻ ആ കേസ് നമുക്ക് ഈവൻ ഒരു ക്ലിനിക്കിലേക്ക് അവര് റെഫർ ചെയ്താലും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അത് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാരണം. രണ്ടാമത് സാറും മാമും റൈറ്റ്ലി മെൻഷൻ ചെയ്ത പോലെ പല സാഹചര്യത്തിലും ഇപ്പോൾ ഈ ഗാർഹിക പീഡന പ്രകാരം, അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടുള്ള കേരളത്തിലെ സ്ത്രീകൾ ഇപ്പൊ ഒരു 2 വർഷത്തിനുള്ള ഏകദേശം ഒരു 10ഓളം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ 10 പെൺകുട്ടികളും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അവരുടെ ഫാമിലിയും ഹൈലി റെപ്യൂട്ടഡ് ഫാമിലീസ് ആണ്. ഈ ആത്മഹത്യ ചെയ്തതിന് ശേഷം മീഡിയാസ് ബൈറ്റ് എടുക്കുമ്പോൾ എല്ലാ ഫാമിലി മെമ്പറും പറഞ്ഞിരുന്ന ഒരു കാര്യം, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി അവന്റെ സ്വഭാവം ഇങ്ങനെയാണ്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ല, ഉറപ്പിച്ചതിന് ശേഷമേ ഞങ്ങൾക്ക് മനസ്സിലായി അവന്റെ ഇതിങ്ങനെയാണ്. പിന്നെ കുടുംബത്തിന്റെ ഇത് ഓർത്തിട്ട് ഞങ്ങൾ ആ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് മാത്രമാണ്.
ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പേരൻസിന് മനസ്സിലായിട്ടുണ്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയറുള്ള വ്യക്തിയാണ്. എന്നിട്ട് വീണ്ടും കുടുംബത്തിന്റെ അന്തസ്സിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിന് വേണ്ടി അവരെ വീണ്ടും കല്യാണം കഴിപ്പിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഒരു 6 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ പെൺകുട്ടി മരണപ്പെടുകയാണ് സംഭവിക്കുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ കെട്ടുറപ്പ് അല്ലെങ്കിൽ കുടുംബത്തിലെ ഭദ്രതയാണ് പല പ്രശ്നങ്ങളും ആത്മഹത്യാ പ്രശ്നങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നത്. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിലുള്ള ആത്മഹത്യ വളരെ കൂടുതലാണ്. അതിന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇടയിലെ ആത്മഹത്യാ നിരക്ക് എക്കാലത്തേക്കാളും കൂടുതൽ നിലവിലാണ് നിൽക്കുന്നത്. അതായത് ജെൻസി കുട്ടികൾക്കിടയിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പുതിയ ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. അത് പല സമയത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട്, രണ്ടുപേരും രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. അതിനുശേഷം അവരവരുടേതായിട്ടുള്ള വർക്കിലാണ്, കുട്ടിയുടേതായിട്ടുള്ള വർക്കിലാണ്. കുട്ടിയുടെ റൂം എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും നമുക്കറിയാം. അത് ഒരു സമയത്ത് റിസൾട്ടിന് ശേഷം അവർ ഡിസ്ട്രെസ് വരികയും ചില പ്രശ്നങ്ങളിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അവർ ആത്മഹത്യക്ക് ശ്രമിക്കും. രണ്ടാമത്തെ ഒരു പ്രശ്നം പേരൻസ് കൊടുക്കുന്ന സ്ട്രെസ് ഉണ്ടാവും. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് വളരെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സമൂഹത്തിലാണ്. അതായത് നമ്മൾ എത്ര പഠിച്ചിട്ടും ജോലി കിട്ടാതെ വരുന്ന അവസ്ഥ. അപ്പൊ പേരൻസ് മാക്സിമം കുട്ടീനെ ഫോഴ്സ് ചെയ്യും, നീ ഇത് ചെയ്യ്, അത് ചെയ്യ്, മറ്റേത് ചെയ്യ്, മറിച്ചത് ചെയ്യുന്ന പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് ഒരു പ്രഷർ കുക്കറിലായ ഒരു അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ JEE എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ കുട്ടികൾ മരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കുട്ടികളിലേക്ക് പേരൻസ് കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത രീതിയിൽ അവർ ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടൊക്കെ പേരൻസിനോടും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാക്സിമം സമയം കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും ഒപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി സമയങ്ങൾ കണ്ടെത്തുക, അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അവർക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. പിന്നൊരു കാര്യമാണ്, ഇതിൽ എത്ര സ്ത്രീകൾക്ക് ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി അറിയാം. അല്ലെങ്കിൽ ഇപ്പം വീട്ടിലൊരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് സഹായങ്ങൾ ലഭ്യമാകും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഏതെങ്കിലും കോൾ സെന്റർ, ഏതെങ്കിലും ലാൻഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഓക്കെ ഉണ്ടെന്നറിയാം. നമ്മുടെ എല്ലാ ജില്ലയിലും OSC സെന്ററുകളുണ്ട്, കേട്ടിട്ടുണ്ടോ? വൺ സ്റ്റോപ്പ് സഖി സെന്റർ. ഇപ്പോൾ ശക്തി സ്കീമിന്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്. ഈ വൺ സ്റ്റോപ്പ് സഖി സെന്ററിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർവീസസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. 112 എന്നൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഇത്തരത്തിലൊരു പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പേരൻസ് മാത്രമാണോ അതോ സിസ്റ്റത്തിന്റെ ഭാഗത്ത്, അതായത് ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പുകൾ വേണ്ടി വരും? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പേരിൽ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗർഭിണിയായ അമ്മമാരുടെ മാനസികാരോഗ്യത്തെ പറ്റിയാണ്. അതിനെപ്പറ്റി ഞാനൊരു സ്റ്റഡി നടത്തിയപ്പോൾ ലാസ്റ്റ് 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏകദേശം 250 അമ്മമാര് സ്വന്തം കുട്ടികളെ കൊന്നിട്ടുണ്ട്. അതായത് 250 അമ്മമാര് സ്വന്തം കുട്ടികൾ, ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1 വയസ്സിൽ താഴെയുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. ഈ കൊന്നതിന്റെ പിന്നിൽ പല റീസൺ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മളെല്ലാവരും പറയും അമ്മയുടെ അവിഹിതം കൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മയുടെ കാമുവിനൊപ്പം ജീവിക്കാനാണ്. പക്ഷേ ആസ് പെർ ദ റെക്കോർഡ് ഇതിൽ പല റീസണും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ്. അതായത് ഗർഭാവസ്ഥയിലും പ്രസവത്തിന് ശേഷവും അമ്മയ്ക്കുണ്ടാകുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നം, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഈ 2 മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ് പല അമ്മമാരും സ്വന്തം മക്കളെ കൊന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒരു കേസ്, ഞാൻ ഒരു അമ്മയോട് സംസാരിക്കുമ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത്, ഈ അമ്മയ്ക്ക് കുട്ടീനെ ഉപദ്രവിക്കണം എന്നൊരു തോട്ടുണ്ടായപ്പോൾ ഈ അമ്മ ഉടനെ അവിടുത്തെ പോലീസിനെ സമീപിച്ചു. അപ്പം സ്റ്റേഷനിൽ നിന്ന് 2 വനിതാ പോലീസ് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഈ എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ കുട്ടീനെ സ്നേഹിച്ചാൽ മതി, നിങ്ങളുടെ ഈ പ്രശ്നം മാറിക്കോളും. ഇത് പറഞ്ഞ് പോലീസുകാർ തിരിച്ചുപോയി. പോയ ഉടനെ തന്നെ അമ്മ കുട്ടീനെ കിണറ്റിലിട്ട് കൊണ്ടു. പോലീസിന് വേണ്ടത്ര രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? അതായത് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് ഈ ഇത്തരം പ്രശ്നങ്ങളെ, മാനസിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതകളുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? കാരണം ഞാനൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ കണ്ട്, UK ഒരു പോലീസ്, അല്ലെങ്കിൽ ഇത് ഒരു യൂറോപ്യൻ കൺട്രിയിലെ പോലീസാണ്. ആ പോലീസ് ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ഒരാൾ താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അവരെ രക്ഷിച്ചതിന് ശേഷം ആ പോലീസുകാർ അവരോട് സംസാരിക്കുന്ന വിധമുണ്ട്.
കൂടെ നിന്നിട്ട് അവരെ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്ത് സംസാരിക്കും. തൊട്ട് താഴെ ഇന്ത്യയിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഒരാള് ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് താഴ്ത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, പോലീസ് രക്ഷപ്പെടുത്തുന്നു, ഇയാളെ മേളിലെത്തിയതോടെ പോലീസ് വളഞ്ഞിട്ട് അടിക്കുന്നു. അതായത് 2 ക്രമങ്ങളും കൈകാര്യം ചെയ്യുന്ന വിധം. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഫാമിലിയും അല്ലെങ്കിൽ സമൂഹവും മാത്രം പ്രിപ്പയർഡ് ആയാൽ മതിയോ, അതോ നമ്മുടെ സംവിധാനങ്ങളും പ്രിപ്പയർഡ് ആവണോ? ഈ പോക്സോ കേസിലാണെങ്കിലും രണ്ടാമത്തെ കേസിലാണെങ്കിലും. ഇപ്പൊ പലപ്പോഴും അമ്മമാര് കുഞ്ഞുങ്ങളെ കൊന്ന് ഉടനെ ആക്ഷനാണ്, ഉടനെ അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ജയിലിലിടുന്നു. ഇത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത്. അത് പോസ്റ്റ്മോർട്ടം സൈക്കോസോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണോ എന്ന് നമുക്കറിയില്ല. അതിനെ പറഞ്ഞ പോലെ ട്രെയിനിങ് ഇല്ല. അതുപോലെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഈ സപ്പോർട്ട് സിസ്റ്റം, കൗൺസിലിംഗ് സിസ്റ്റം ഗവൺമെന്റിന്റെ ഇതിന് പൈസ ഇല്ല, ശമ്പളമില്ല, ഉള്ളവർ തന്നെ ശമ്പളമില്ലാതെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ആ സഫിഷ്യന്റ് സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിൽ അമ്മ മനസ്സെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വന്നതിന് ശേഷം ആത്മഹത്യ, അതിനുമുമ്പ് ഗർഭിണികളുടെയും പ്രസവത്തിന് ശേഷമുള്ള ആത്മഹത്യകൾ വളരെ കൂടുതലായിരുന്നു. പക്ഷേ അമ്മ മനസ്സ് നന്നായിട്ട് വന്നതിന് ശേഷം അത് കുറഞ്ഞു എന്നുള്ളതാണ്, ആത്മഹത്യകൾ കുറഞ്ഞു. പക്ഷെ ഈ ഒരു കാര്യം വെച്ചാൽ പെണ്ണുങ്ങൾ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്ന ജഡ്ജ്മെന്റിൽ പറയുന്നു മാതൃത്വം ഭയങ്കര സംഭവമാണ്, അതുകൊണ്ട് കൂടുതൽ ശിക്ഷ കൊടുക്കണം എന്നാണ്. ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് കൂടുതൽ ശിക്ഷ, വേറെ ചെയ്ത പണിഷ്മെന്റ് പോലെ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിച്ചു, അതൊന്നും ഇല്ലാതെ, ഈ പറഞ്ഞ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ അവരെ എത്ര പെട്ടെന്നാണ്, എത്ര വലിയ വലിയ പ്രമാദമായ കേസുകളിൽ വളരെ ഇതായിട്ടുള്ള ക്രിമിനലുകളെ ഒന്നും അറസ്റ്റ് ചെയ്യില്ല പെട്ടെന്നൊന്നും, എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സ്ത്രീകളെ, ഈ അമ്മമാരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. നമ്മുടെ സാമൂഹിക ഘടനയുടെയും ഉപബോധത്തിന്റെയും പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോ നമ്മുടെ സർക്കാരിനും ഭരണപരമായ സംവിധാനങ്ങൾക്കും ധാരാളം ഏജൻസികളുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ നേരത്തെ പറഞ്ഞ ടോൾ ഫ്രീ നമ്പറുകൾ മാത്രമല്ല, കൗൺസിലിങ്ങിനും സ്കൂൾ തലത്തിൽ തന്നെ സംവിധാനങ്ങളുണ്ട്. സ്കൂൾ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ധാരാളം നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അവരെ നേരെ ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഇത് 2 തരത്തിലും ഉണ്ട്. നമ്മളിപ്പോ പൊതുവൽക്കരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാതെ കൈകാര്യം ചെയ്യുന്ന മികച്ച കൗൺസിലേഴ്സ് ഉണ്ട്. എന്നാൽ ഒരു കുട്ടി പറയുകയാണ്, എന്നെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, ഡോക്ടറെ കാണിച്ചിരുന്നു, ആ ഡോക്ടർ എന്റെ ഇന്നയിടത്ത് കൈവച്ചിരുന്നു. കൗൺസിലൊക്കെ കിട്ടിപ്പോയി. ഉടനെ ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്തു, ആ ഡോക്ടർക്കെതിരെ കേസെടുപ്പിച്ചു, കാര്യങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ 2 തരത്തിലും പ്രവർത്തിക്കുന്ന സംശയമുണ്ട്. ഞാൻ ഇടപെടും. കാരണം പോക്സോ ആക്ടിൽ ഞാൻ ഒരു ചൈൽഡിനെ കണ്ട്, കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നത് ഞാൻ 2 രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഒന്ന്, സ്കൂൾ കൗൺസിലിങ്ങിൽ ഞാൻ മുൻപേ പറഞ്ഞ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൗൺസിലിങ്ങിലേക്ക് പോകുന്നത് ഇപ്പോഴും സ്റ്റിഗ്മയാണ്. സ്കൂളിൽ 500 കുട്ടികളുള്ള സ്കൂളിൽ ഒറ്റ കൗൺസിലർ ആയിരിക്കും. 500 കുട്ടികൾക്ക് ഒരു കൗൺസിലർ അല്ല. 50:1 റേഷ്യോ മിനിമം ഉണ്ടെങ്കിൽ ഞാൻ എഗ്രി ചെയ്യാം. ഫുൾ ടൈം ആയിട്ട് 50 കുട്ടികൾക്ക് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഒരു ടീം ഓഫ് കൗൺസിലേഴ്സ് മിനിമം PG എങ്കിലും, സാധിക്കുമെങ്കിൽ MPhil ആസ് പെർ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട്, MPhil ക്ലിനിക്കൽ സൈക്കോളജി, MPhil സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ഉള്ള മിനിമം, അത് MSc പറഞ്ഞല്ലേ മെന്റൽ കെയർ ആക്ട് പറയുമ്പോൾ അത് നടപ്പാക്കുവാണെങ്കിൽ ടീം ഓഫ് പീപ്പിൾ, എന്നിട്ട് റെഗുലർ ആയിട്ടുള്ള എല്ലാ ദിവസവും ഇവർ അവൈലബിൾ ആവണം, എല്ലാ ദിവസവും റെഗുലർ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വർക്ക്ഷോപ്സ് നടത്തണം. കുട്ടികൾക്ക് ആ രീതിയിൽ മാസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ അല്ലെ മാസത്തിലൊരിക്കൽ, സെമിസ്റ്ററിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു ടേമിന്റെ ഒരു തവണ എങ്കിലും പേരൻസിനും ടീച്ചേഴ്സിനും ഉള്ള ഓരോ സെഷൻസ്, അത് ക്ലാസ് തിരിച്ചുള്ള സെഷൻസ് ഉണ്ടെങ്കിൽ, അവിടെ എക്സ്പേർട്സ് ആണ് വരേണ്ടത്. ഈ MPhils ഉള്ളവർ പോരാ, അതിലും എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ പ്രയോജനപ്പെടുകയുള്ളൂ. ഇതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തേത് പോക്സോ ആക്ടുമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ നിൽക്കുന്ന ആരാണെങ്കിലും കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട്
നമ്മളുടെ ഒരു കുട്ടിക്ക് സെക്ഷുവൽ അബ്യൂസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് വേണമെന്നാണ് പോക്സോയിൽ പറയുന്നത്. നിർബന്ധമായും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ 12 വയസ്സിൽ ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ അന്ന് എൻ്റെ കുട്ടി കയ്യെ കാലെ പിടിച്ചു പറഞ്ഞു, മാഡം ഇത് ആരോടും പറയരുത്, വീട്ടുകാർ പറഞ്ഞു. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചു. കുട്ടിക്ക് 20ാമത്തെ വയസ്സിൽ മുതിർന്നല്ലോ, അവരേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് അന്ന് അവർ പറയുകയാണ്, പണ്ടൊരു കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ എതിരെ കേസ് വരും. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് നിയമപരമായതുകൊണ്ട് കൗൺസിലേഴ്സ് അത് ചെയ്യും. അതെങ്ങനെ ചെയ്യുന്നു? അവിടെ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് പോക്സോയിൽ ഒരു കേസ് വരുമ്പോൾ ഇങ്ങനൊരു മാധ്യമങ്ങൾ അറിയുന്നു. ഒരു ക്ലയന്റ്, ഒരു ചൈൽഡ് ഈ നാട്ടിൽ ഒരു സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുള്ളത്, ഞാൻ വീടിന്റെ അകത്തേതോ പുറത്തേതോ എന്തുമായിക്കോട്ടെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരുമായിക്കോട്ടെ, ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഗേൾ ഒരു 1.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ബോയ് 2.25 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. പെനിട്രേറ്റീവ് സെക്സ് ആണ് ഞാൻ പറയുന്നത്. സോ അതുകൊണ്ട് ഇത്രയും റൂളിൽ അല്ലെ നിയമപ്രകാരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ചെയ്യുന്നില്ല എങ്കിൽ ആ കുട്ടിക്കും മറ്റുള്ളവർക്കുമാണ് ബുദ്ധിമുട്ട്. ഞാൻ ഒറ്റ കാര്യം എനിക്കിത് പറയാതെ പറ്റില്ല. കൗൺസിലിങ്ങിന് സെക്ഷൽ അബ്യൂസ് ഉണ്ട്, അതുകൊണ്ട് കൗൺസിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ എക്സ്പീരിയൻസിൽ, എന്റെയോ എന്റെ സഹപ്രവർത്തകരുടെ എക്സ്പീരിയൻസിൽ ആൾക്കാർ കൊണ്ടുവരില്ല ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട്. കുട്ടി പഠിക്കുന്നില്ല, കുട്ടിയുടെ മാർക്ക് കുറയുന്നു, കുട്ടിക്ക് കൈകാൽ വേദന, തലവേദന, പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ്. ആ പ്രോസസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. ആ മനസ്സിലാക്കലിന്റെ ഇടയിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഈ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് കോർട്ടിൽ കയറി ഇറങ്ങുന്ന എന്റെ സഹപ്രവർത്തകരുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഉൾപ്പെടെ. സോ ഈ കോർട്ട് പ്രോസസ്സ് ഫാസ്റ്റ് ട്രാക്ക് ചെയ്താൽ അത് ലീഗലി എന്താണ് ചെയ്യാൻ പറ്റുക? 2015 നിംഹാൻസിൽ ഞാൻ കണ്ട ഒരു ചൈൽഡിന്റെ കോർട്ട് ഹിയറിംഗ് വന്നത് 2 വർഷം മുമ്പ്, 2023. ഞാൻ ഇവിടുന്ന് പോന്നു, PhD ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെയായിരുന്നു. ഡോക്ടർ ശോഭ ശ്രീനാഥ് അന്ന് ഹെഡായിരുന്നു ചൈൽഡിന്റെ. മാഡം റിട്ടയർ ചെയ്തു. കുട്ടിക്ക് അന്ന് 7 വയസ്സായിരുന്നതാണ് എൻ്റെ ഓർമ്മ. 2015 നിന്നും 2022 ഹിയറിംഗ്. അഡൽട്ട് ആണ്. ഫിസിക്കൽ വയലൻസ് ആൻഡ് സെക്ഷൽ വയലൻസ് നടന്നിട്ടുണ്ട്. ഇത്രയും ഡിലേഡ് പ്രോസസ് എങ്ങനെ ഫാസ്റ്റ് ട്രാക്കിംഗ് ചെയ്യാം? മാധ്യമങ്ങൾ എങ്ങനെ, ആൾക്കാർ പറയും മാധ്യമങ്ങളിൽ കുട്ടികളുടെ പേര് പറയില്ല, ഇന്ന സ്ഥലം, ഇന്ന ലക്ഷണങ്ങൾ പറയുമ്പോൾ ആ ഇന്നറൗണ്ടുള്ളവർക്ക് മനസ്സിലാകും, ഫാമിലിക്ക് മനസ്സിലാകും. എന്റെ ഇന്നലെ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു കുട്ടി പറഞ്ഞത്, മാഡം എൻ്റെ അച്ഛനും അമ്മയെ ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഇനി അവരെ വേദനിപ്പിക്കേണ്ടത് ആരോടും പറയരുത്. സിസ്റ്റങ്ങൾ എങ്ങനെയുണ്ട്? സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഡോക്ടർ ജാസ്മിൻ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ ക്ലാസ് റൂമിൽ വെച്ച് ഓരോ സ്കൂളിലെയും കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് അത്രയും കൗൺസിലേഴ്സിനെയൊക്കെ നിയമിക്കുന്നതിനുള്ള സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം നിൽക്കുകയാണ്. അത് വേറൊരു വകുപ്പ് വരികയാണ്. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇപ്പോ തന്നെ നിയമിക്കപ്പെട്ട നമ്മുടെ കൗൺസിലേഴ്സിന്റെ, ഞാൻ ഈ തൊഴിലാളി സംഘടനാ രംഗത്തുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവരുടെ സംഘടനയുടെ ഡിമാൻഡ് എന്താ? ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം. 6 മാസം മുമ്പ് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എന്നെ ഇന്ന സ്ഥലത്ത് കൈവച്ചിരുന്നു എന്നാണ് പറയുന്നത്. വേറെ അബ്യൂസായിട്ടുണ്ടായില്ല, വേറെ അതിനപ്പുറത്തുണ്ടായില്ല, ഇന്ന സ്ഥലത്ത് വെച്ചു. കൗൺസിലർ റിപ്പോർട്ട് ചെയ്ത് ചെല്ലനെ കേസ് എടുത്തു. പക്ഷെ സംഭവിച്ചത്, ഈ കേസൊക്കെ വന്നതിന് ശേഷമാണ് കുട്ടിയുടെ അമ്മ അറിയുന്നത്. ഇങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ആ അമ്മ വന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് മൊഴി കൊടുത്തു. ഞാനാണ് കുട്ടിയെ കൂട്ടിയിട്ട് കൊണ്ടുപോയത്, എന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഡോക്ടർ പരിശോധിച്ചത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവൾക്ക് എന്തോ ഈ കൗൺസിലർ പറഞ്ഞപ്പോൾ ഉള്ള ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇവര് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അമ്മ കുട്ടിയോട് സംസാരിച്ചു, എന്താ നീ അങ്ങനെ പറയാൻ, ഡോക്ടർ ഇങ്ങനെ കൈവച്ചു എന്ന് പറയാൻ കാരണം എന്റെ മുമ്പിലല്ലേ നീ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കാണ്, കൗൺസിലർ ഉപയോഗിക്കുന്ന വാക്ക് അല്ല, ആ പെൺകുട്ടി പറയുകയാണ്, എവിടെയെങ്കിലും ഫൗൾ എന്താ ഉപയോഗിക്കുന്ന വാക്ക്, അല്ല ഞാൻ പറഞ്ഞേക്ക് അങ്ങനെയല്ല, അത് കേസായിട്ട് വരും. അപ്പൊ മാഡം ചോദിച്ചോ,
അപ്പൊ ഇതൊരു ഡോക്ടർക്കെതിരെ സർക്കാർ സർവീസിലുള്ള ഡോക്ടർക്കെതിരെ ആവുമ്പോൾ മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിച്ചു. അപ്പൊ എന്താ യഥാർത്ഥത്തിൽ ഇതിപ്പം ഞാൻ അതുകൊണ്ട് സെൻസേഷനിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ്. സെൻസ് ഇല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്രസഭ ആത്മഹത്യകൾ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലൈഫ് ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചല്ലോ. 2021 ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനത്തിനുള്ള വലിയ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ലൈഫ് എന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. ആ ലൈഫിൽ അതിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധമുള്ള മാധ്യമ പ്രവർത്തകൻ എന്നാണ് ഈ സംഗതികൾ കൈകാര്യം ചെയ്യുന്നത്. ആത്മഹത്യ എന്തുകൊണ്ട് പോക്സോ കേസുകൾ ഉടനെ യഥാർത്ഥത്തിൽ ഒരു റെസ്ട്രിക്ഷൻ അവിടെ വരേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള നമ്മുടെ രീതി അനുസരിച്ച് വെച്ചാൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ FIR-ഉം മാധ്യമങ്ങൾക്ക് എന്താണ് വാർത്തയാണ്. അത് നൽകാതിരിക്കാൻ നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ തടസ്സം. പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ആ കുട്ടി പഠിച്ചത്. ആ കുട്ടിക്ക് ഒരു അവയർനെസ് ക്ലാസ്, ഗുഡ് ടച്ചും ബാഡ് ടച്ചും തമ്മിലുള്ള ഒരു അവയർനെസ് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സ്കൂളിൽ നിന്ന് വെച്ചിട്ട്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ വന്നത് കൊണ്ട് കുട്ടി വീട്ടിൽ വന്ന് പറയുകയായിരുന്നു. അതൊരിക്കലും ഗവൺമെന്റ് സ്കൂളിലുള്ള സ്കൂൾ കൗൺസിലർ അല്ലായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം ജാസ്മിൻ മാം പറഞ്ഞത്, ഞാൻ ഈ വർഷം ജൂൺ മുതൽ, ഈ അധ്യയന വർഷം തുടങ്ങിയ അന്നേരം ആ സമയം മുതൽ 3 പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാരന്റ്സിനെ പറഞ്ഞ് കൺവിൻസ് ആക്കും. കുട്ടി നമ്മളോട് പറഞ്ഞു, നമ്മൾ പാരന്റിനെ വിളിക്കും, പാരന്റിനോട് ആ കാര്യം പറഞ്ഞിട്ട് നമ്മൾക്കൊന്നും എന്താ പറയാ കേസിലായിട്ട് മുമ്പോട്ട് പോവാന്നുള്ളത് പാരന്റ്സിനോട് കൂടെ പറയും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട് അവർക്ക്, ഇത് ഒരു കാലത്തും ഒരു പുറത്ത് വരില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ അത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഒരു കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 6 മണിക്ക് അത് ചാനലുകളിലും പത്രങ്ങളിലും വരും. അത് ഏത് കുട്ടിയാണെന്ന് സ്കൂളിലുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്, തൊട്ട് വീടിനകത്തുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, വീടിന് സമീപത്തുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവര് പോലീസ് മഫ്തിയിലാണ് പോകുന്നത്. പക്ഷെ എന്റെ ഒരു കേസിന്റെ വീട്ടിലേക്ക് ഇവര് പോയത് മഫ്തിയിലായിരുന്നു, പക്ഷെ പോലീസ് ജീപ്പിലായിരുന്നു. അപ്പോ നമ്മൾ മാനസിക സമ്മർദ്ദത്തിലാവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സ് നമ്മളെ വിളിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് എന്ത് ഉത്തരം ഇതിൽ പറയാനുണ്ട്? അപ്പോ സിസ്റ്റം മാറേണ്ടതുണ്ട്. സ്കൂൾ കൗൺസിലർ ഒരു പ്രദേശത്ത് ഒരു കേസ് വന്നാൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഏതാണോ സ്കൂൾ കൗൺസിലർ അവരാണ് ആ കേസ് റിപ്പോർട്ട് എപ്പോഴും ചെയ്യുന്ന ധാരണയുണ്ട്. ഇത് ചിലപ്പോൾ സൈക്കാട്രിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, നേരിട്ട് കുട്ടി റിപ്പോർട്ട് ചെയ്തിരിക്കും. പക്ഷേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ എത്തപ്പെടുന്ന കേസുകൾ എപ്പോഴും പഴി അവരിങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊണ്ടാണ് ഇതൊക്കെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നൊരു പഴി എപ്പോഴും കൗൺസിലേഴ്സും ഒരുപാട് കിട്ടുന്നുണ്ട്. നമ്മളെന്തിനാണ് ഇതാവുന്നത്? കേൾക്കട്ടെ, കാരണം നമ്മള് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിയമവിരുദ്ധമായി ചെയ്തിട്ടില്ലെങ്കിലും വർക്ക് പ്ലേസിൽ ഇഷ്ടംപോലെ പ്രശ്നമുണ്ടാവും. നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്ലിനിക്കൽ സെറ്റപ്പ് അല്ല, പൊതു ആൾക്കാരുമായിട്ട് സംവദിക്കുന്ന കുട്ടികളും പാരന്റ്സും ഒക്കെ ആയിട്ട് സംവദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്കൊരിക്കലും അത് നമ്മുടെ ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണല്ലോ, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ പല കേസുകളിലും ഇരയെ പിന്തുണയ്ക്കുന്നില്ല. ചില കേസുകൾ നമ്മൾ പറഞ്ഞാൽ മറ്റെന്താ നമ്മള് മിസ്യൂസ് എന്നുള്ള യൂസ് ചെയ്യുന്നില്ല, എങ്കിലും അങ്ങനെ ചെയ്യേണ്ടെങ്കിൽ കൂടിയും 90% ഫേക്ക് അല്ലാത്ത കേസുകൾ ഫേക്ക് ആണെന്നുള്ളൊരു ഇതുകൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ എടുത്തിട്ട് പറയും, അതിനെ കൂടി എന്താ പറയാനുള്ളത്? അതല്ലാതെ ചില കേസുകളിൽ എന്താ പറയാ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ കുട്ടി വെറുതെ പറഞ്ഞാണെന്ന് പബ്ലിക്കായിട്ട് വരെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ പതിപ്പിച്ചതാക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരുപാട് ഒരു കൂട്ടായ്മകൾ രൂപപ്പെടുന്നില്ലല്ലോ. അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇപ്പൊ അതാണ്, കുടുംബപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഗാർഹികമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധുക്കളായ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചിട്ട് ഈ ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ അത് മാഡം പറഞ്ഞതുപോലെ നമുക്ക് അതിന്റെ ഒരു ഡാറ്റ എടുത്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാകേണ്ടതുണ്ട്. ഒരു 70 വയസ്സ് കഴിഞ്ഞു, സമൂഹത്തിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഇനി ഒന്നും ചെയ്യാനില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും താല്പര്യമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമുക്ക് ഒരു പത്തോളജി അങ്ങനെ എടുക്കേണ്ടതില്ല എന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇവർക്കൊരു വ്യത്യാസം ഉണ്ടാകും. പണ്ട് കാലത്തൊക്കെ ട്രഡീഷണലായിട്ട് നമ്മുടെ ജീവിതം കഴിഞ്ഞിട്ട് നമുക്ക് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുള്ള പാരമ്പര്യം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ജലസമാധി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും അത് വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.
കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ ക്രൈ ഫോർ ഹെൽപ്പ് ആയിരിക്കും. എന്നുവെച്ചാൽ പത്തോളജിക്കൽ സിറ്റുവേഷൻ ആണ് കൂടുതൽ. അതുകൊണ്ട് നമുക്കത് അങ്ങനെ അങ്ങ് ചെയ്തോട്ടെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ലാതെ കൃത്യമായ ധാരണയോടുകൂടി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാകും. അത് തീരെ ഇല്ല നമുക്ക് പറയേണ്ടതില്ല. നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് ആത്മഹത്യയുടെ കാണാപ്പുറങ്ങൾ, കാരണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നതാണ്. ഇവിടെയും പ്രശ്നം ദുരഭിമാനമാണ്. ആത്മാഭിമാനമല്ല, നമ്മളെ അത് വല്ലാതെ ഇങ്ങനെ ഹാങ് ചെയ്യുകയാണ്. അത് എങ്ങനെ മറികടക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പോയിന്റ്. നീ ഇത് ചെയ്, അത് ചെയ്, മറ്റേത് ചെയ്, മറിച്ചത് ചെയ്യുന്ന പറഞ്ഞാൽ പോസ് ചെയ്ത് ഒരു പ്രഷർ കുക്കറിലായ ഒരു അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നോക്കിക്കാണാൻ പഠിക്കണമെങ്കിൽ നമുക്ക് മാനസിക ആരോഗ്യം എന്നുള്ള കാര്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഒന്നുകൂടെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും. നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആരോടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് കേൾക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടോ?